good evening മക്കളെ. So welcome back to our biology classes. So last classൽ നമ്മൾ anatomy of flowering plants എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ നെക്സ്റ്റ് ചാപ്റ്ററിലോട്ട് കിടക്കുന്നത്. ദാറ്റ് ഈസ് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ്, റൈറ്റ്? മക്കളെ, ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ആനിമൽസിൻ്റെ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ, ദാറ്റ് ഈസ് അവരെങ്ങനെയാണ് അവരുടെ സ്ട്രക്ചർ, ഈവൻ ഓഫ് ഓർഗൻ ആണോ, ഓർഗൻ സിസ്റ്റം ആണോ, ആൻഡ് അവരുടെ ഓർഗൻ സിസ്റ്റംസ് ഏതൊക്കെ രീതിക്കാണ് കാണുന്നത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. നമ്മൾക്കിവിടെ ഫ്രോഗിനെ പറ്റിയിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, ഇപ്പം നമ്മളുടെ ഒരു അനാട്ടമി എന്ന് പറയുന്നത് ഇൻസൈഡ് അവർ ബോഡി എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ എന്ന് പറയുന്ന അറ്റ് പ്രസൻറ്റ് നിങ്ങൾക്കതില്ല, മുന്നേ ഉണ്ടായിരുന്ന ഒരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ടായിരുന്നു. എക്സ്ക്രീഷൻ എന്ന് പറയുന്ന നമ്മളുടെ ചാപ്റ്ററിൽ പഠിക്കാനുണ്ടായിരുന്നു. ദാറ്റ് മീൻസ് അതൊക്കെ പഠിക്കുന്നത് ഹ്യൂമൻ ഫിസിയോളജി എന്ന് പറയുന്ന ഒരു പോർഷനിലാണ്. ഓക്കെ, നമ്മളുടെ +1 NCERTയുടെ ലാസ്റ്റ് പോർഷൻ, ദാറ്റ് ഈസ് ദ ഹ്യൂമൻ ഫിസിയോളജി. അവിടെ നമ്മളെ ഹ്യൂമൻസിൻ്റെ കേസിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. സോ ഇവിടെ നമ്മൾ പഠിക്കുന്ന ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് അബൌട്ട് ആനിമൽസ്. ഓക്കെ, ആനിമൽസിൻ്റെ ഓർഗനൈസേഷൻ എങ്ങനെയാണ്, അവരുടെ ഇൻറ്റേർണൽ അല്ലെങ്കിൽ അവരുടെ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ, അവരുടെ ഡൈജഷൻ പാർട്ട്, അവരുടെ റെസ്പിറേഷൻ പാർട്ട്, ഇതൊക്കെ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. ക്ലിയർ ആണല്ലോ മക്കളെ? സോ ഐ ഹോപ്പ് ദാറ്റ് അപ് ടു ദിസ്, അതായത് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന 7th ചാപ്റ്റർ വരെയുള്ള പോർഷൻസ് നിങ്ങൾ ക്ലിയർ ആക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ മക്കളെ? എല്ലാം സെറ്റ് അല്ലേ? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. മക്കളെ, ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നതിന് മുന്നേ ഇതുവരെയുള്ള ചാപ്റ്റേഴ്സിൽ നമ്മൾ പഠിച്ചത് ഈവൻ ബോത്ത് മൾട്ടി സെല്ലുലാർ അല്ലെങ്കിൽ യൂണിസെല്ലുലാർ ഓർഗാനിസങ്ങളൊക്കെ പറ്റിയിട്ടാണ്, റൈറ്റ്? പ്ലാന്റ്സിൻ്റെ കേസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നില്ലേ? യൂണിസെല്ലുലാർ ആവട്ടെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ മൾട്ടി സെല്ലുലാരിറ്റിനെ പറ്റി പറഞ്ഞു, ആനിമൽ കിങ്ഡത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളത്. സോ ഇൻ ദ പ്രിസീഡിംഗ് ചാപ്റ്റേഴ്സ് യു കെയിം അക്രോസ് എ ലാർജ് വെറൈറ്റി ഓഫ് ഓർഗാനിസം ദാറ്റ് ഈസ് ബോത്ത് യൂണിസെല്ലുലാർ ആൻഡ് മൾട്ടി സെല്ലുലാർ ഓഫ് ദി ആനിമൽ കിങ്ഡം. ആനിമൽ കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്ററിൽ എത്ര പേര് ഓർക്കുന്നുണ്ട്? ആ ഒരു ബോക്സ്, ആ ഒരു ഫ്ലോ ചാർട്ട് ഉണ്ടായിരുന്നല്ലോ നമ്മളുടെ ടെക്സ്റ്റിൽ റൈറ്റ് സൈഡിൽ വരുന്ന ഒരു ഫ്ലോ ചാർട്ട്. ആ ഒരു ഫ്ലോ ചാർട്ടിൽ കറക്റ്റ് പറയുന്നുണ്ടായിരുന്നു അവരുടെ ഡിവിഷൻ എങ്ങനെയാണെന്നുള്ളത്. ഐ തിങ്ക് ഞാൻ നിങ്ങൾക്ക് സെപ്പറേറ്റ് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഡിവൈഡ് ചെയ്യുന്ന സമയത്ത്, അതായത് ക്ലാസിഫൈ ചെയ്യുമ്പം, കിങ്ഡത്തിനെ ക്ലാസിഫൈ ചെയ്യുന്ന സമയത്ത് യൂണിസെല്ലുലാരിറ്റി മൾട്ടി സെല്ലുലാരിറ്റിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് ക്ലാസിഫൈ ചെയ്യുക. സോ അതാണ് ഇവിടെ പറയുന്നത്. അത് നമ്മൾ എവിടെ പഠിച്ചു? ആനിമൽ കിങ്ഡത്തിൽ പഠിച്ചു. ആൻഡ് ഇൻ യൂണിസെല്ലുലാർ ഓർഗാനിസം ഓൾ ഫങ്ഷൻസ് ലൈക്ക് ഡൈജഷൻ, റെസ്പിറേഷൻ ആൻഡ് റീപ്രൊഡക്ഷൻ ആർ പെർഫോംഡ് ബൈ എ സിംഗിൾ സെൽ. അതിലാർക്കും ഡൗട്ടൊന്നും ഇല്ലല്ലോ. യൂണിസെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സിംഗിൾ ടൈപ്പ് ഓഫ് സെല്ലാണ് അവർക്ക് ഉണ്ടാവുക. ഒരു ഓർഗാനിസം യൂണിസെല്ലുലാർ ആണെന്ന് മീൻസ് എന്താണ് ഉദ്ദേശിക്കുന്നത്? അവർക്കൊരു സിംഗിൾ ടൈപ്പ് ഓഫ് സെല്ലായിരിക്കും ഉണ്ടായിരിക്കുക. ക്ലിയർ ആണല്ലോ? ദാറ്റ് മീൻസ് ഇവരുടെ എല്ലാ ഫങ്ഷൻസും, ദാറ്റ് ഈസ് ഈവൻ ഇഫ് ഇറ്റ് ഈസ് ഡൈജഷൻ ആയിക്കോട്ടെ, റെസ്പിറേഷൻ ആയിക്കോട്ടെ, റീപ്രൊഡക്ഷൻ ആയിക്കോട്ടെ, ഇതെല്ലാം ഫങ്ഷൻ ചെയ്യുന്നത് ഒരു സിംഗിൾ സെല്ല് തന്നെയായിരിക്കും. ഇതെല്ലാം പെർഫോം ചെയ്യുന്നത് ഒരു സിംഗിൾ സെല്ലായിരിക്കും. അല്ലാണ്ട് റെസ്പിറേഷൻ ഈ ഒരു ടൈപ്പ് ഓഫ് സെല്ലും, റീപ്രൊഡക്ഷൻ ഇവരാണ്, ഡൈജഷൻ ഇവരാണ്, ഈ സെൽസാണ് പെർഫോം ചെയ്യുക, അങ്ങനെയല്ല. യൂണിസെല്ലുലാർ ഓർഗാനിസത്തിൻ്റെ കേസിൽ ഈ പറയുന്ന എല്ലാ ഫങ്ഷൻസും പെർഫോം ചെയ്യുന്നത് ആരെന്നായിരിക്കും? ഒരു സിംഗിൾ സെല്ല് തന്നെയായിരിക്കും. ക്ലിയർ ആയല്ലോ മക്കളെ? ഓക്കെ അല്ലേ? ഇനി ഈ മൾട്ടി സെല്ലുലാറിൻ്റെ കേസിൽ വരുമ്പം ഇങ്ങനെയാണോ? ഒരു സിംഗിൾ സെല്ലാണോ പെർഫോം ചെയ്യുക? മൾട്ടി സെല്ലുലാർ മീൻസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ് ആർ പ്രസൻറ്റ്, മോർ ദാൻ 1 cells are present. അങ്ങനെയല്ലേ മൾട്ടി സെല്ലുലാർ എന്നുള്ളതിൻ്റെ മീനിങ്? അതിൽ നിന്ന് നമുക്ക് കിട്ടും, ദാറ്റ് ഈസ് ഇൻ ദ കോംപ്ലക്സ് ബോഡി ഓഫ് മൾട്ടി സെല്ലുലാർ ആനിമൽസ് ദ സെയിം ബേസിക് ഫങ്ഷൻസ്. ഏത് ബേസിക് ഫങ്ഷൻസ് ആണ് മക്കളെ? ദാറ്റ് ഈസ് ഡൈജഷൻ, റെസ്പിറേഷൻ ആൻഡ് റീപ്രൊഡക്ഷൻ. ഇതൊക്കെ ബേസിക് ഫങ്ഷൻസാണ്. ഏതൊരു ഓർഗാനിസത്തിനും നടക്കുന്ന ബേസിക് ഫങ്ഷൻസ് ആണ് മക്കളെ. ഡൈജഷൻ, റെസ്പിറേഷൻ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഡൈജഷൻ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഓക്കെ, റീപ്രൊഡക്ഷൻ ഇല്ലാതെ പറ്റുമോ? ക്ലിയർ ആണോ മക്കളെ? സോ ഈ പറയുന്ന ബേസിക് ഫങ്ഷൻസ് ഒക്കെ ക്യാരി ചെയ്യുന്നത് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഓഫ് സെൽസ് ആയിരിക്കും. ആരിൽ? മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിൽ. ക്ലിയർ ആയല്ലോ? ഇപ്പോൾ 2 ഡിഫറൻസ് ഞാൻ പറഞ്ഞു തന്നു. യൂണിസെല്ലുലാറിൻ്റെ കേസിൽ ബേസിക് ഫങ്ഷൻസ് ഒക്കെ പെർഫോം ചെയ്യുന്നത് ഒരു സിംഗിൾ സെല്ലായിരിക്കും. അറ്റ് ദ സെയിം ടൈം മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിൻ്റെ കേസിൽ ഈ പറയുന്ന ഫങ്ഷൻസ്, ഈ ബേസിക് ഫങ്ഷൻസ് ഒക്കെ പെർഫോം ചെയ്യുന്നത് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഓഫ് സെൽസ് ആയിരിക്കും. ക്ലിയർ ആണോ മക്കളെ? ഓക്കെ ആണല്ലോ? സോ ദ ബോഡി ഓഫ് എ സിമ്പിൾ ഓർഗാനിസം ലൈക്ക് ഹൈഡ്ര. സിമ്പിൾ ഓർഗാനിസത്തിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ മക്കളെ പറഞ്ഞിട്ടുള്ളത്, ദാറ്റ് ഈസ് ഹൈഡ്ര. ക്ലിയർ ആണോ? ഹൈഡ്ര എവിടെയോ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ മക്കളെ? എവിടെയാണ് നമ്മൾ ഹൈഡ്ര കേട്ടിട്ടുള്ളത്? ആലോചിച്ച് നോക്കുക. ആനിമൽ കിങ്ഡത്തിൽ ഏത് ഫൈലത്തിലാണ് ഹൈഡ്രനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ളത്? ഏത് ഷേപ്പിലാണ് ഹൈഡ്ര കാണുന്നത്? ഓക്കെ, ഒന്ന് ഓർത്ത് നോക്കുക. ക്ലിയർ? ഇതുപോലെയാണ് നമ്മൾ റിവൈൻഡ് ചെയ്യുക. സോ ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽ.
ആൻഡ് ദ നമ്പർ ഓഫ് സെൽസ് ഇൻ ഈച്ച് ടൈപ്പ് ക്യാൻ ബി ഇൻ തൗസൻഡ്സ്. ഈ പറയുന്ന ഹൈഡ്രയൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ് വെച്ചിട്ടുണ്ടാക്കിയതാണ്. ഇനി ഈ സെൽസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ഇറ്റ് മേ ബി തൗസൻഡ്സ്. നമുക്ക് ചിലപ്പോൾ എണ്ണാൻ പറ്റാത്ത രീതിക്കുള്ളതൊക്കെ ഉണ്ടാവാം. അല്ലാണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ 2, 3, 4, 5 സെൽസ് എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഇറ്റ് മേ ബി തൗസൻഡ്സ്. അവരുടെ നമ്പർ എന്ന് പറയുന്നത് ചിലപ്പോൾ എന്തായിരിക്കും മക്കളെ? ഇറ്റ് ഈസ് ന്യൂമറസ് ആയിരിക്കും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ മക്കളെ? സോ ദ ഹ്യൂമൻ ബോഡി ഈസ് കമ്പോസ്ഡ് ഓഫ് ബില്യൺസ് ഓഫ് സെൽസ് ടു പെർഫോം വേരിയസ് ഫങ്ഷൻസ്. നമ്മളുടെ ശരീരത്തിൽ എന്തോരം സെൽസ് ഉണ്ട്? ക്ലിയർ? നമ്മൾക്കൊരു എന്തെങ്കിലും ഒരു ഇൽനെസ് വരുന്ന സമയത്ത് അതൊന്ന് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതൊന്ന് ഡിസ്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ ടെസ്റ്റുകൾ ചെയ്യാറുണ്ട്. സോ ഇതൊക്കെ ബ്ലഡ് സെൽസ് വെച്ചിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് അതിൽ പറയും ഓക്കെ ഇതിൽ ഈ സെൽസ് കൂടുതലാണ്, കുറവാണ്, അതിൽ കൗണ്ട് കൂടുതലാണ്, കുറവാണ്. ദാറ്റ് മീൻസ് നമ്മളുടെ ബോഡി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് ബില്യൺസ് ഓഫ് സെൽസ് വെച്ചിട്ടാണ്. ഓക്കെ, ഇനി ഈ സെൽസ് എല്ലാവരും ചെയ്യുന്നത് ഒരേ ഫംഗ്ഷനാണോ മക്കളെ? ഈ പറയുന്ന എല്ലാ സെൽസിനും ഒരേ ഫംഗ്ഷനാണോ? അല്ല, ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഉണ്ട്. കുറച്ച് പേര് റെസ്പിറേഷൻ ടീമിലായിരിക്കും, കുറച്ച് പേര് ഡൈജഷൻ ടീമിലായിരിക്കും, അതുപോലെ തന്നെ കുറച്ച് പേര് റീപ്രൊഡക്ഷൻ്റെ ടീമിലായിരിക്കും. ക്ലിയർ? ഓക്കെ ആണല്ലോ മക്കളെ? ദാറ്റ് മീൻസ് ഇത്ര ആലോചിക്കുക. യൂണിസെല്ലുലാറിൻ്റെ കേസിൽ ഒരു സിംഗിൾ സെല്ലാണ് ഈ ബേസിക് ഫങ്ഷൻസ് ഒക്കെ പെർഫോം ചെയ്യുന്നത്. മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിൻ്റെ കേസിൽ ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണ് ഈ പറയുന്ന ഫങ്ഷൻസ് ഒക്കെ പെർഫോം ചെയ്യുന്നത്. ഇനി ഹ്യൂമൻ ബോഡിയിലോട്ട് വരുമ്പം നമുക്ക് ബില്യൺസ് ഓഫ് സെൽസ് പ്രസൻ്റ് ആണ്, വേരിയസ് സെൽസ് പ്രസൻ്റ് ആണ്. ആൻഡ് ഹൗ ഡു ദീസ് സെൽസ് ഇൻ ദ ബോഡി വർക്ക് ടുഗെദർ? സി, ഇവരുദ്ദേശിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ റെസ്പയർ ചെയ്യുന്നുണ്ട് വിചാരിച്ചിട്ട് എൻ്റെ ഡൈജഷൻ പ്രോസസ്സ് അവിടെ നിൽക്കുന്നുണ്ടോ? ഓക്കെ, ഇവർ റെസ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഡൈജഷൻ സെല്ല് പറയണം എനിക്ക് വയ്യ, റെസ്പിറേഷൻ നടക്കട്ടെ, ഞാൻ അങ്ങോട്ട് മാറിക്കട്ടെ. അപ്പോൾ റീപ്രൊഡക്ഷൻ പറയാം ഓക്കെ ഏതായാലും ഡൈജഷനൊന്നും ചെയ്യുന്നില്ല, അപ്പോൾ ഞാനും മാറിക്കട്ടെ, റെസ്പിറേഷൻ്റെ ആൾ ചെയ്യുന്നുണ്ടല്ലോ. ഇങ്ങനെ പറഞ്ഞ് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ? ഇല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഇവർക്കൊക്കെ പെർട്ടിക്കുലർ ഫങ്ഷൻസ് ഉണ്ട്. ഓക്കെ, അതൊക്കെ സൈമൾട്ടേനിയസ് ആയിട്ട് നടക്കുന്നുമുണ്ട്. അല്ലാണ്ട് ഒരാൾ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ചെയ്യില്ല, അല്ലെങ്കിൽ അവരുടെ കഴിയട്ടെ എന്നിട്ട് എനിക്ക് ചെയ്യാം, അങ്ങനത്തെ പ്രോസസ്സിംഗ് ഒന്നുമില്ല. അങ്ങനെ നോക്കുവാണെങ്കിൽ ഞാൻ എൻ്റെ റെസ്പിറേറ്ററി സെൽസിന് ഈ പറയുന്ന പോലെ മറ്റുള്ളവരൊക്കെ പണിയെടുക്കുന്നുണ്ട്, ഞാൻ എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് നിന്നാൽ പിന്നെ എനിക്ക് ബ്രെത്ത് എടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ പിന്നെ എനിക്ക് ലൈഫ് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. മനസ്സിലായല്ലോ മക്കളെ? ക്ലിയർ ആണല്ലോ? സോ ദീസ് സെൽസ് ഇൻ ദ ബോഡി വർക്ക് ടുഗെദർ. Clear? And you have already learned in your earlier classes in multicellular animals, a group of similar cells along with intercellular substances perform specific function and such organization is called tissues. ഇത് നമ്മൾ ക്ലാരിറ്റി നന്നായിട്ട് വരുത്തിയിട്ടുള്ള ഒരു ഭാഗമാണ്. ദാറ്റ് ഈസ് സെൽസുകൾ ഓർഗനൈസ് ചെയ്തിട്ടാണ് മക്കളെ ടിഷ്യൂസ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് സെല്ലാണ്. ഈ സെൽസ് ഓർഗനൈസ് ചെയ്തിട്ടാണ് ടിഷ്യൂ ഉണ്ടാവുന്നത്. ദാറ്റ് മീൻസ് ഇവർ സർട്ടൺ സ്പെസിഫിക് ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ സ്പെസിഫിക് ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്നവരെയാണ് നമ്മൾ ടിഷ്യൂസ് എന്ന് പറയുന്നത്. അത്ര തന്നെ ഇവർ പറഞ്ഞിട്ടുള്ളൂ. സിമിലർ സെൽസ് എലോങ് വിത്ത് ഇന്റർ സെല്ലുലാർ സബ്സ്റ്റൻസസ് പെർഫോം സ്പെസിഫിക് ഫങ്ഷൻസ് ആൻഡ് സച്ച് ഓർഗാനിസം ഇസ് കോൾഡ് ടിഷ്യൂസ്. ക്ലിയർ ആയോ? അപ്പോൾ എന്താണ് ടിഷ്യൂസ്? സെൽസുകൾ കൂടിയിട്ടുള്ളതാണ് ടിഷ്യൂസ്. നമ്മൾ മുന്നേ ഉള്ള ചാപ്റ്റേഴ്സിൽ പഠിച്ചതാണ്. ആൻഡ് ഇവിടെ നിങ്ങൾ അതിൻ്റെ കൂടെ പഠിക്കാനുള്ളത് എലോങ് വിത്ത് ഇന്റർ സെല്ലുലാർ സബ്സ്റ്റൻസ്. എന്തും കൂടെ ഉണ്ട് അവിടെ? എലോങ് വിത്ത് ഇന്റർ സെല്ലുലാർ സബ്സ്റ്റൻസ് ദേ പെർഫോം എ സ്പെസിഫിക് ഫങ്ഷൻ. സെൽസ് മാത്രമല്ല, ദറ്റ് അലോങ് വിത്ത് ഇന്റർ സെല്ലുലാർ സബ്സ്റ്റൻസ് അവരെന്ത് പെർഫോം ചെയ്യും? ഒരു സ്പെസിഫിക് ഫങ്ഷൻ പെർഫോം ചെയ്യും. സോ ഈ ഒരു ഓർഗനൈസേഷനാണ് മക്കളെ എന്ത് വിളിക്കുന്നത്? ടിഷ്യൂ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണോ? ഇതാണ് നമ്മുടെ ഫസ്റ്റ് പോർഷൻ. നമ്മൾ സെൽ എന്താന്ന് പറഞ്ഞു, ടിഷ്യൂ എന്താന്ന് പറഞ്ഞു, യൂണിസെല്ലുലാർ ഓർഗാനിസത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, നമ്മൾ ഹ്യൂമൻ ബോഡിയുടെ കാര്യങ്ങളും പറഞ്ഞു. ക്ലിയർ ആണല്ലോ? Okay, so you may be surprised to know that all complex animal consist of only 4 basic type of tissues. എത്ര കോംപ്ലക്സ് ആനിമൽ ആണെന്നുണ്ടെങ്കിലും, എത്രത്തോളം മൾട്ടി സെല്ലുലാരിറ്റി കാണിക്കുന്ന ഒരു ആനിമൽ ആണെന്നുണ്ടെങ്കിലും ബേസിക്കലി ഇവരുടെ നമ്പർ ഓഫ് ടിഷ്യൂസ് എത്രയാണ് മക്കളെ? ബേസിക്കലി ഇവർക്ക് എത്ര ടിഷ്യൂസ് ആണ് ഉണ്ടാവുക? ദാറ്റ് ഈസ് 4 ടൈപ്സ് ഓഫ് ടിഷ്യൂസ് ആണ് ഉണ്ടാവുക. അതിന് എത്ര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ആനിമൽ ആണെന്നുണ്ടെങ്കിലും 4 ടൈപ്സ് ഓഫ് ടിഷ്യൂസ് മാത്രമേ ഇവർ കാണിക്കുള്ളൂ. ക്ലിയർ ആണോ? എത്ര ടൈപ്സ് ഓഫ് ടിഷ്യൂസ് മക്കളെ കാണിക്കുക? ദാറ്റ് ഇസ് 4 ബേസിക് ടൈപ്സ് ഓഫ് ടിഷ്യൂസ്. ആൻഡ് ദീസ് ടിഷ്യൂസ് ആർ ഓർഗനൈസ്ഡ്. ഞാൻ നേരത്തെ പറഞ്ഞു ഈ ടിഷ്യൂസ് എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യുന്നത്? അവർക്കൊരു സ്പെസിഫിക് ഫംഗ്ഷൻ പെർഫോം ചെയ്യേണ്ടാകും. സോ ദീസ് ടിഷ്യൂസ് ആർ ഓർഗനൈസ്ഡ് ഇൻ സ്പെസിഫിക് പ്രൊപ്പോർഷൻ ആൻഡ് പാറ്റേൺ ടു ഫോം ആൻ ഓർഗൻ ലൈക്ക് സ്റ്റൊമക്, ലങ്, ഹാർട്ട് ആൻഡ് കിഡ്നി.
ഇവർക്കൊരു സ്പെസിഫിക് ഫംഗ്ഷൻ പെർഫോം ചെയ്യണ്ടാവും. ദാറ്റ് മീൻസ് ഇവർക്കൊരു സ്പെസിഫിക് പ്രൊപ്പോസിഷനിലാണ് ഇവർ ഓർഗനൈസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ മക്കളെ? സോ ഇങ്ങനെ ഓർഗനൈസ് ചെയ്തിട്ടാണ് ഏതൊക്കെ ഓർഗൻസ് ഉണ്ടാവുന്നത്? കിഡ്നി ആയിക്കോട്ടെ, ലങ് ആയിക്കോട്ടെ, ഹാർട്ട് ആയിക്കോട്ടെ ഉണ്ടാവുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഇവരൊക്കെ ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ഈ പറയുന്ന ടിഷ്യൂസ് ഓർഗനൈസ് ചെയ്യും ഇൻ എ സ്പെസിഫിക് പ്രൊപ്പോർഷൻ, ഒരു സ്പെസിഫിക് പ്രൊപ്പോർഷനിലും അതുപോലെ തന്നെ പാറ്റേണിലും ഇവർ ഓർഗനൈസ് ചെയ്തിട്ടാണ് മക്കളെ ഈ പറയുന്ന സ്റ്റൊമക്ക്, ഹാർട്ട്, അതുപോലെ തന്നെ ലങ്, കിഡ്നി ഒക്കെ ഉണ്ടാവുന്നത്. ക്ലിയർ ആയോ? അതിലിനി ഡൗട്ടൊന്നും പാടില്ല. സി, സ്റ്റൊമക്ക്, ലങ്, ഹാർട്ട് ആൻഡ് കിഡ്നി. സോ ഇവരെങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഒരു സ്പെസിഫിക് പ്രൊപ്പോസിഷനിലും ഒരു സ്പെസിഫിക് പാറ്റേണിലും ടിഷ്യൂസ് അറേഞ്ച് ചെയ്യും. ഇങ്ങനെയാണ് മക്കളെ ഈ പറയുന്ന ഓർഗൻസ് ഒക്കെ ഉണ്ടാവുന്നത്. ഓർത്തു വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ? ആൻഡ് രണ്ടോ അതിൽ കൂടുതൽ ആളുകളോ ഇഫ് ദേ പെർഫോം എ കോമൺ ഫംഗ്ഷൻ ബൈ ദെയർ ഫിസിക്കൽ ഓർ കെമിക്കൽ ഇൻട്രാക്ഷൻ ദേ ടുഗദർ ഫോം ഓർഗൻ സിസ്റ്റം. ഇപ്പം ഓർഗൻസ് നമ്മൾ നേരത്തെ എങ്ങനെയാണ് മക്കളെ പറഞ്ഞിട്ടുള്ളത്? ഓർക്കുന്നില്ലേ നിങ്ങൾ? സെൽസുകൾ കൂടിയിട്ട് എന്തായി മാറും? ടിഷ്യൂസ് ആയിട്ട് മാറും. അപ്പോൾ ഇവരൊരു സ്പെസിഫിക് ഫംഗ്ഷൻ പെർഫോം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഇനി ടിഷ്യൂസിൽ തന്നെ സെയിം ഫങ്ഷൻസ്, സെയിം സ്പെസിഫിക് ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അവരൊക്കെ കൂടിയിട്ടാണ് മക്കളെ എന്തായി മാറുന്നത്? ഓർഗനായിട്ട് മാറുന്നത്. ഇനി ഈ പറഞ്ഞ ഓർഗൻസുകളുടെ ഒരു കൂട്ടമാണ് ഓർഗൻ സിസ്റ്റം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്? സോ ഹിയർ ദിസ് says that if two or more organs perform a common function, important, okay, if they perform a specific function or a common function by their physical or chemical interaction, ഫിസിക്കൽ ഇൻട്രാക്ഷൻ വഴിയോ അല്ലെങ്കിൽ കെമിക്കൽ ഇൻട്രാക്ഷൻ വഴിയോ ഒരേ ഫങ്ഷൻസ് ചെയ്യുന്നുണ്ട് എങ്കിൽ അവരെ ടുഗദർലി നമ്മൾക്ക് വിളിക്കുന്നതാണ് ഓർഗൻ സിസ്റ്റം. ദേ ഫോംസ് ആൻ ഓർഗൻ സിസ്റ്റം. അതിന് എക്സാമ്പിളാണ് മക്കളെ ഡൈജസ്റ്റീവ് സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഇനി പഠിക്കും, നിങ്ങൾ മുന്നേ എവിടെയെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടാകും. നമുക്ക് ഹ്യൂമൻ ഫിസിയോളജിയിൽ കംപ്ലീറ്റ്ലി ഇതിനെ പറ്റിയിട്ടാണ് പഠിക്കാനുള്ളത്. സർക്കുലേറ്ററി സിസ്റ്റം പഠിക്കാനുണ്ട്, എക്സ്ക്രീറ്ററി സിസ്റ്റം പഠിക്കാനുണ്ട് എക്സ്ക്രീഷൻ എന്നുള്ള ചാപ്റ്ററിൽ. ഓക്കെ, ബോഡി ഫ്ലൂയിഡ്സ് എന്നുള്ള ചാപ്റ്ററിൽ നമുക്ക് ഹാർട്ടിനെ പറ്റിയിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, ഡൈജസ്റ്റീവ് സിസ്റ്റം, ഡൈജഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് എലിമിനേറ്റഡ് ആണ്. സോ അത് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനില്ല. വട്ട് എവർ ബി ദാറ്റ്, നിങ്ങൾക്ക് കാര്യം ക്ലിയർ ആയല്ലോ? ഇതുപോലെ സ്പെസിഫിക് 2 or more ടിഷ്യൂസ് ഇവർക്ക് ഒരു പർട്ടിക്കുലർ സ്പെസിഫിക് ഫങ്ഷൻസ് പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് മേ ബി കെമിക്കലി ഓർ ഫിസിക്കലി, കെമിക്കൽ ഇൻട്രാക്ഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫിസിക്കൽ ആയിക്കോട്ടെ, ഇങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ ഇവർ പിന്നീട് എന്ത് ഫോം ചെയ്യും മക്കളെ? അവരാണ് ഒരു ഓർഗൻ സിസ്റ്റമായിട്ട് ഫോം ചെയ്യുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം എന്നൊക്കെ പറയുന്നത്. ക്ലിയർ ആയല്ലോ? സോ സെൽസ്, tissues, organs and organ systems split up the work in a way that exhibit division of labor and contribute to the survival of the body as a whole. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ പറയുന്ന സിസ്റ്റംസ്. ഈവൻ നമ്മളുടെ സെൽസിന്, ഓരോ സെൽസിനും അവരുടേതായിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട്, അവരുടേതായിട്ടുള്ള ജോലികളുണ്ട്. ടിഷ്യൂസിനും അവരുടേതായിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട്, ഓർഗൻസിനുണ്ട്, ഓർഗൻ സിസ്റ്റത്തിനുണ്ട്. സോ ഇവരെല്ലാം കൂടെ ലൈക്ക് ഇവരെല്ലാവരും നമ്മൾക്ക് എല്ലാ സമയവും വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലാവരും കൂടെ കൂട്ടത്തോടല്ല വർക്ക് ചെയ്യുന്നത്. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള സ്പെസിഫിക് ഫങ്ഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് നമ്മളുടെ ഒരു ഹോൾ ബോഡിയിൽ, നമ്മളുടെ ബോഡിയിൽ നടക്കേണ്ട ലിവേഴ്സൊക്കെ ഇങ്ങനെ സ്പ്ലിറ്റപ്പ് ചെയ്തേക്കുക. ഓരോരുത്തർക്ക് ഇയാൾ ഇതാണ് ചെയ്യേണ്ടത്, ഇയാൾ ഇതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഡൈജസ്റ്റീവ് സിസ്റ്റം ചെയ്യുന്ന പണി വന്നിട്ട് റെസ്പിറേറ്ററി സിസ്റ്റം ചെയ്താലും, റെസ്പിറേറ്ററി സിസ്റ്റം ചെയ്യുന്ന പണി പോയിട്ട് സർക്കുലേറ്ററി സിസ്റ്റം ചെയ്താലും എങ്ങനെ ഉണ്ടാകും? ആകെ മൊത്തം അടപടലും നമുക്ക് നമ്മളുടെ ബോഡിയിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ള നമ്മുടെ ബോഡിക്ക് തന്നെ മനസ്സിലാവത്തില്ല. ഓക്കെ, ദാറ്റ് മീൻസ് അവിടെ കുറേ ഡിസ്ട്രക്ഷൻസ് സംഭവിക്കും. ക്ലിയർ ആയോ? നമ്മുടെ ബോഡി തന്നെ മൊത്തത്തിൽ ഡിസ്റ്റർബ്ഡ് ആവും. അങ്ങനെയാണ് നമുക്ക് കുറേ കാര്യങ്ങളിൽ പിന്നീട് ഈവൻ നമ്മളുടെ ഹെൽത്ത് ഇഷ്യൂസ് വരും, അല്ലാത്ത കുറേ പ്രശ്നങ്ങൾ വരും. സർവൈവൽ വരെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറും. പിന്നീട് ലൈഫ് എക്സിസ്റ്റ് ചെയ്യത്തില്ല. ക്ലിയർ? സോ അതുകൊണ്ടാണ് പറയുന്നത് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള സ്പെസിഫിക് ഫങ്ഷൻസ് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തേക്കുക. അതതുപോലെ നല്ല വൃത്തിക്ക് ചെയ്താൽ അവർ ബോഡി ഈസ് വെരി ഹെൽത്തി. ക്ലിയർ ആയോ മക്കളെ? സോ ഇതാണ് നമ്മളുടെ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഇൻട്രോ എന്ന് പറയുന്നത്. ലൈക്ക് യൂണിസെല്ലാറിൻ്റെയും മൾട്ടി സെല്ലാറിൻ്റെയും നമ്മൾ ഹ്യൂമൻ ബോഡിയുടെ കേസിലാണെന്നുണ്ടെങ്കിലും എന്താണ് സെൽസ്, ടിഷ്യൂസ്, അതുപോലെ തന്നെ ഓർഗൻസ്, ഓർഗൻ സിസ്റ്റംസ്, ഇവരുടെയൊക്കെ ഡിഫറൻസ് എന്താണ്, എന്താണ് ഇവരുടെയൊക്കെ ഫങ്ഷൻസ്, എങ്ങനെയാണ് ഇവർ ഫങ്ഷൻ ചെയ്യുന്നത്, ഇത്രയും കാര്യങ്ങൾ മക്കൾക്ക് ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി ഈ ചാപ്റ്റർ പഠിക്കാൻ നമുക്കൊന്നും കൂടി ഈസിയാണ്. ഞാൻ എപ്പോഴും മക്കളോട് പറയുന്നൊരു കാര്യമാണ്, സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആക്ച്വലി വി ഹാവ് ലേൺഡ് ഇറ്റ് തറോലി. നമ്മൾ മുന്നേ പഠിച്ച കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ പഠിച്ച് തീർന്നവരാണ്.
ഇനി നമ്മൾക്ക് ഒരു പർട്ടിക്കുലർ അനിമൽ തന്നിട്ട് ആ അനിമലിൻ്റെ കേസിലുള്ള കാര്യങ്ങളാണ് കൂടുതലും പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് അനിമൽ കിങ്ഡത്തിൽ ഞാൻ ഓർഗൻ സിസ്റ്റം എന്താണെന്നും ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്തൊക്കെയാണ്, ടിഷ്യൂ ലെവലും സെല്ലുലാർ ലെവലും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഒന്നും കൂടി ഈസി ആയിരിക്കും. ഓക്കെ, സോ ഹിയർ വി മൂവ് ഓൺ ഫോർ ദ ഓർഗൻ ആൻഡ് ഓർഗൻ സിസ്റ്റം. മക്കളെ, ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കാണിക്കുന്നതും പിന്നെ പ്ലാറ്റി ഹെൽമിന്തസ് വരെയാണെന്നും അവിടെ നിന്ന് അങ്ങോട്ട് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷനാണ് കാണിക്കുന്നത് നിങ്ങളൊക്കെ ഓർത്ത് വയ്ക്കുന്നില്ലേ? ഓർമ്മയില്ലേ മക്കളെ? സോ അത് ഓർത്ത് വയ്ക്കുക, ആവശ്യം വരും. The basic tissues, as you have learned in earlier classes, organize to form organs, which in turn associate to form organ system. Simple, നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ്. സെൽസുകൾ കൂടിയിട്ട് ടിഷ്യൂസ് ആയി. ഓക്കെ, ഇനി ഈ ടിഷ്യൂസ് കൂടിയിട്ട് എന്തായി മക്കളെ? ഓർഗൻ ആയിട്ട് മാറി. ഈ ഓർഗൻസ് കൂടിയിട്ട് ഓർഗൻ സിസ്റ്റംസ് ആയി മാറി. ഇനി ആ ഓർഗൻ സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ മക്കളെ? So, such an organization is essential for more efficient and better coordinated activities of millions of cells constituting an organism, and each organ in our body is made up of one or more type of tissues. ഒരേ ടൈപ്പ് ടിഷ്യൂ വെച്ചിട്ട് മാത്രമല്ല ഓർഗൻസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ ഒന്നോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ടൈപ്പ് ഓഫ് ടിഷ്യൂസോ കൂടിയതാവണം ഒരു ഓർഗൻ സിസ്റ്റം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അതിൻ്റെ ഒരു എക്സാമ്പിളാണ് മക്കളെ ഹാർട്ട്. സോ ഈ ഹാർട്ടിൽ നമുക്ക് 4 ടൈപ്സ് ഓഫ് ടിഷ്യൂസ് പ്രസൻ്റ് ആണ്. ഏതൊക്കെയാണ്? ദാറ്റ് ഈസ്, ഓർത്ത് വയ്ക്കുക, ഹാർട്ടിൽ എത്ര ടൈപ്പ് ഓഫ് ടിഷ്യൂസ് മക്കളെ പ്രസൻ്റ് ആണ്? 4 ടൈപ്പ് ഓഫ് ടിഷ്യൂസ്. ഏതൊക്കെയാണ്? ദ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എപ്പിത്തീലിയൽ ടിഷ്യൂ പ്രസൻ്റ് ആണ്. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് മസ്കുലാർ ടിഷ്യൂ. തേർഡ് വൺ ഇസ് കണക്റ്റീവ് ടിഷ്യൂ ആൻഡ് ഫോർത്ത് വൺ ഇസ് ന്യൂറൽ ടിഷ്യൂസ്. ഇതൊക്കെ നമ്മളുടെ ഒരു സിംഗിൾ ഹാർട്ടിൽ കാണുന്ന ടിഷ്യൂസ് ആണ്. അതുകൊണ്ടാണ് പറയുന്നത് ടിഷ്യൂസ് എന്ന് പറയുമ്പം ഇറ്റ് മേ ബി ടിഷ്യൂസ് കുറേ ടൈപ്പ് ഉണ്ട്. അപ്പോൾ അതിൽ ഒന്നോ അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് ടിഷ്യൂ അല്ലെങ്കിൽ ഒന്നിലേറെ ടൈപ്പ് ഓഫ് ടിഷ്യൂസ് കൂടിയിട്ടായിരിക്കും ചിലപ്പം ഒരു ഓർഗൻ ഉണ്ടാവുന്നത്. ക്ലിയർ ആണോ മക്കളെ? ഓക്കെ ആണല്ലോ? അപ്പം ഇവിടെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹാർട്ടിലെ ടിഷ്യൂസ് ഏതൊക്കെയാണ്? ഹാർട്ടിൽ പ്രസൻ്റ് ആയിട്ടുള്ള ടിഷ്യൂസ് എത്ര ടൈപ്പ് ഉണ്ട് മക്കളെ? ദാറ്റ് ഈസ് 4. ക്ലിയർ ആണോ? അതാണ് നമ്മളുടെ ആദ്യത്തെ ഇവിടുന്ന് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ എന്ന് പറയുന്നത് ഏതൊക്കെ ടൈപ്പ് ഓഫ് ടിഷ്യൂസ് കൂടിയിട്ടാണ് മക്കളെ ഹാർട്ട് ഫോം ചെയ്തിട്ടുള്ളത്? ദാറ്റ് ഈസ് എപ്പിത്തീലിയൽ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, മസ്കുലാർ ടിഷ്യൂ ആൻഡ് ന്യൂറൽ ടിഷ്യൂ. ഇത്രയും ടിഷ്യൂസുകൾ കൂടിയിട്ടാണ് എന്ത് ഫോം ചെയ്തിട്ടുള്ളത്? എന്ത് ഫോം ചെയ്തിട്ടുള്ള മക്കളെ? ദാറ്റ് ഈസ് ഹാർട്ട്. വീണ്ടും പറയാണ്, ഏതൊക്കെ ടൈപ്പ് ഓഫ് ടിഷ്യൂസ് ആണ് ഹാർട്ടിൽ കാണുന്നത്? എപ്പിത്തീലിയൽ ടിഷ്യൂ ഉണ്ട്, കണക്റ്റീവ് ടിഷ്യൂ ഉണ്ട്, മസ്കുലാർ ടിഷ്യൂ ഉണ്ട്, ന്യൂറൽ ടിഷ്യൂ ഉണ്ട്. ക്ലിയർ ആണല്ലോ? ഈ 4 ടിഷ്യൂസ് കൂടിയിട്ടാണ് ഹാർട്ട് ഫോം ചെയ്യുന്നത്. ആൻഡ് വി ഓൾസോ നോട്ടീസ് ആഫ്റ്റർ സം കെയർഫുൾ സ്റ്റഡി ദാറ്റ് ദ കോംപ്ലക്സിറ്റി ഇൻ ഓർഗൻ ആൻഡ് ഓർഗൻ സിസ്റ്റം ഡിസ്പ്ലേസ് certain discernible trend, and the discernible trend is called evolutionary trend. Like നമ്മളിപ്പം ഒരു ഓർഗൻ എടുത്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ പല പല ഡിഫറൻസുകൾ കാണാൻ പറ്റും. ഓക്കെ, ദാറ്റ് ഈസ് അവിടെ എവല്യൂഷൻ നടക്കുന്നുണ്ട്. ലൈക്ക് നിങ്ങളിപ്പം ഒരു 2 ചേമ്പേർഡ് ഹാർട്ട്, 3 ചേമ്പേർഡ് ഹാർട്ട്, 4 ചേമ്പേർഡ് ഹാർട്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ടാകും. ഫിഷസിന് 4 ചേമ്പേർഡ് ഹാർട്ടാണുള്ളത്? അല്ല, ഫിഷസിൻ്റെ കേസിൽ അവർക്ക് 2 ചേമ്പേർഡ് ഹാർട്ടാണുള്ളത്. ഒരു എട്രിയും ഒരു വെൻട്രിക്കിളും ആണ് വരുന്നത്. ക്ലിയർ ആണോ? എന്നാൽ നമ്മൾ ഹ്യൂമൻസിൻ്റെ കേസിൽ വരുമ്പോൾ നമുക്ക് 4 ചേമ്പേർഡ് ഹാർട്ടാണുള്ളത്. ഇങ്ങനെ 4 ചേമ്പേർഡ് ഹാർട്ടിൽ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് 2 എട്രിയകളുണ്ട്, അതുപോലെ തന്നെ 2 വെൻട്രിക്കിളുണ്ട്. ക്ലിയർ അല്ലേ മക്കളെ? അതുകൊണ്ടാണ് പറയുന്നത് അതും ഒരു കൈൻഡ് ഓഫ് എവല്യൂഷൻ ട്രെൻഡാണ്. അവിടെയും എവല്യൂഷൻ നടക്കുന്നുണ്ട്. ഈ പറയുന്ന ഓർഗൻസിനും എന്ത് നടക്കുന്നുണ്ട്? എവല്യൂഷൻ നടക്കുന്നുണ്ട്. ക്ലിയർ ആണോ മക്കളെ? ഓക്കെ ആണല്ലോ? സോ ഇൻ ദിസ് ചാപ്റ്റർ യു ആർ ബീങ് ഇൻട്രൊഡ്യൂസ്ഡ് ടു ദ ഡീറ്റെയിൽസ്. ഓക്കെ, സോ നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഫ്രോഗിൻ്റെ ഒക്കെ കേസിലെടുക്കുമ്പം നമ്മൾ ഫ്രോഗ് എന്ന് പറയുന്നതിനെ പറ്റിയിട്ട് അനിമൽ കിങ്ഡത്തിൽ പഠിച്ചതാണ്. അതിൻ്റെ ഫൈലം ഏതാണെന്നുള്ളതും അതിൻ്റെ കുറച്ച് ക്യാരയൊക്കെ നമ്മൾ അവിടെ പഠിച്ചതാണ്. ഈ ഒരു ചാപ്റ്ററിൽ വരുമ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആണ് നമ്മൾ പഠിക്കാൻ പോണത്. സോ മോർഫോളജി റെഫേഴ്സ് ടു സ്റ്റഡി ടു ഫോം ഓർ എക്സ്റ്റേണലി വിസിബിൾ ഫീച്ചേഴ്സ്. നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്നുള്ള ചാപ്റ്റർ എടുത്തപ്പം ഇറ്റ് മീൻ ടു ദ എക്സ്റ്റേണൽ ഓർ ദ ഒബ്സർവബിൾ ക്യാരക്ടേഴ്സ് വിച്ച് വി ക്യാൻ സി. നമ്മൾക്കൊരു ഒബ്ജക്റ്റിനെ കണ്ടിട്ട്, ഇപ്പം എനിക്ക് ഈ ഒരു പെന്നിനെ കണ്ടിട്ട് ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് സ്റ്റഡി ഉണ്ടല്ലോ, ലൈക്ക് ഇഫ് ഐ എം സീയിങ്, അതിനെ ഒബ്സർവ് ചെയ്തിട്ട് എനിക്ക് പറയാൻ പറ്റുന്ന കുറേ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് ഉണ്ടല്ലോ, അതാണ് മോർഫോളജി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അതാണ് മക്കളെ മോർഫോളജി. എന്നാൽ അനാട്ടമി പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അത് ഒബ്സർവബിൾ അല്ല. ലൈക്ക് എനിക്ക് നെയ്ക്ഡ് ഐ കൊണ്ട് ഒബ്സർവബിൾ അല്ല. അത് ഇന്നർ പാർട്ടിനെ പറ്റിയിട്ട് പഠിക്കുന്നതാണ് അനാട്ടമി എന്ന് പറയുന്നത്. അതിൽ രണ്ടിലും ഡൗട്ട് ഉണ്ടാവാൻ പാടില്ല, മോർഫോളജി എന്താണ്, അനാട്ടമി എന്താണെന്നുള്ളത്. ക്ലിയർ ആണല്ലോ മക്കളെ?
സോ പ്ലാന്റ്സിൻ്റെ കേസിലാണെങ്കിൽ മൈക്രോബ്സിൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ മോർഫോളജി പ്രിസൈസ്ലി മീൻസ് ഓൺലി ദിസ്. ഒരു പ്ലാന്റിൻ്റെ കേസിലാണെങ്കിലും മൈക്രോബ്സിൻ്റെ കേസിലാണെങ്കിലും മോർഫോളജി മീൻസ് എന്ത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ, നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന എക്സ്റ്റേണൽ ഫീച്ചേഴ്സാണ്. ഇനി ആനിമൽസിൻ്റെ കേസിലോട്ട് വരുമ്പം ഈ എക്സ്റ്റേണൽ അപ്പിയറൻസ് എന്ന് പറയുമ്പം ഇറ്റ് മേ ബി ഓഫ് ഓർഗൻസ് ഓർ പാർട്സ് ഓഫ് ദ ബോഡി പാർട്സ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ ഓർഗൻ്റെ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് ആവാം. ഞാൻ നിങ്ങളുടെ അടുത്ത് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ എൻ്റെ ഐ പോലെയല്ല എൻ്റെ നോസ് ഇരിക്കുന്നത്, ഓക്കെ, എൻ്റെ സ്കിൻ അതുപോലെയല്ല ഇരിക്കുന്നത്. ഇവരൊക്കെ സെൻസ് ഓർഗൻസ് തന്നെയാണ്. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓർഗൻസ് ആണ് ഇവരെന്നുണ്ടെങ്കിലും ഇവരൊക്കെ ഒരുപോലെയാണോ മക്കളെ ഇരിക്കുന്നത്? അല്ല. സോ അത് നമുക്ക് എക്സ്റ്റേണലി പറയാൻ പറ്റണം. അത് ഈവൻ നമ്മളുടെ ഒരു ബോഡി പാർട്ടിനെ പറ്റിയിട്ടാവും, അല്ലെങ്കിൽ ഒരു ഓർഗനെ പറ്റിയിട്ടാവും ആനിമൽസിൻ്റെ കേസ് വരുമ്പോൾ. പ്ലാന്റ്സിൻ്റെ കേസിലും മൈക്രോബ്സിൻ്റെ കേസിലും നമുക്ക് അത്രയ്ക്ക് കോംപ്ലക്സിറ്റി ഒന്നും ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ കേസിൽ ഈ മോർഫോളജി എന്ന് പറയുന്നത് സിംപ്ലി ഉദ്ദേശിക്കുന്നത് എക്സ്റ്റേണലി എന്താണോ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഫീച്ചേഴ്സ് അത് തന്നെയാണ്. ക്ലിയർ ആയല്ലോ മക്കളെ? സോ ദ വേർഡ് അനാറ്റോമി കൺവെൻഷനലി ഈസ് യൂസ്ഡ് ടു സ്റ്റഡി മോർഫോളജി ഓഫ് ഇന്റേണൽ ഓർഗൻസ് ഇൻ ദ ആനിമൽസ്. ആനിമൽസിൽ അവരുടെ ഇന്റേണൽ ഓർഗൻസിൻ്റെ മോർഫോളജി പഠിക്കാനാണ് മക്കളെ എന്തുദ്ദേശിക്കുന്നത്, അനാറ്റോമി എന്ന വാക്ക് ഉദ്ദേശിക്കുന്നത്. ആൻഡ് യു വിൽ ലേൺ ദ മോർഫോളജി ആൻഡ് അനാറ്റോമി ഓഫ് ഫ്രോഗ് റെപ്രസെൻറ്റിംഗ് ദ വേർട്ടിബ്രേറ്റ്സ്. നമ്മൾ വേർട്ടിബ്രേറ്റ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എത്ര പേർക്ക് ഓർമ്മയുണ്ട്? ആനിമൽ കിങ്ഡത്തിൽ നമ്മൾ വേർട്ടിബ്രേറ്റിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു, സൂപ്പർ ക്ലാസ്സസ് ആക്കിയിട്ടുണ്ടായിരുന്നു, ആൻഡ് ഫർദർ സബ് ക്ലാസ്സസ് ആക്കിയിട്ടുണ്ടായിരുന്നു. സോ അവിടെയൊക്കെ നമ്മൾ ഫ്രോഗിനെ പറ്റിയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, റാന, ഫ്രോഗ്, ടൈഗ്രീന, ലൈക്ക് ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എക്സാമ്പിൾസ് പറഞ്ഞ സമയത്ത് അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുടെ ഐയുടെ കേസ് ആണെന്നുണ്ടെങ്കിലും അവരുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്നൊക്കെ നമ്മളവിടെ സംസാരിച്ചതാണ്. സോ ഇവിടെ നമ്മൾ ബോത്ത് മോർഫോളജിയും അനാറ്റോമിയും പഠിക്കാനുണ്ട് നമുക്ക് ഫ്രോഗിൻ്റെ. മനസ്സിലായോ? ഇത്ര മാത്രം ചെയ്യുക. ഒരു പേപ്പറും പേനയും എടുത്തിട്ട് പറയുന്ന പോയിൻറ്റ്സ് ഓരോരോ പോയിൻറ്റ് വൈസ് എഴുതി വയ്ക്കുക. എന്നിട്ട് അതിങ്ങനെ ഇടയ്ക്ക് റിവൈസ് ചെയ്താൽ മതി. നല്ല ഈസി ആയിട്ട് പഠിക്കാവുന്ന ചാപ്റ്റർ. സി ഇത് നോക്ക് മക്കളെ, ദിസ് ഇസ് എ ഫ്രോഗ്. ഇത് ഫ്രോഗ് എന്ന് പറയുന്നതിന് ആലോചിച്ചാൽ തന്നെ നമുക്ക് കുറേ ഫീച്ചേഴ്സ് കിട്ടും അതിൽ നിന്ന്. അതിൻ്റെ ഐ എവിടെയാണ് നിൽക്കുന്നത്, അതിൻ്റെ ഒരു സ്കിൻ ടൈപ്പ് ഏതാണ്, മോയിസ്റ്റ് ആണോ ഡ്രൈ ആണോ, അതിൻ്റെ ലിംസിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു പിക്ചർ ഓർത്താൽ തന്നെ കിട്ടും. ഓക്കെ, സോ അതുകൊണ്ടാണ് പറയുന്നത് ഇറ്റ് ഈസ് വെരി ഈസി ടു ലേൺ. ഇങ്ങനെ ഈ ഫ്രോഗ് ആണ് ഇവിടുത്തെ മെയിൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് എന്താ മക്കളെ? അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തൊരു പോർഷനും കൂടെ പഠിക്കാനുണ്ട്, അതിൻ്റെ അനാട്ടമി. ഇതാണ് നമ്മൾ പറയുന്നത്, ഒരു ഫ്രോഗിൻ്റെ മോർഫോളജിയും ആ ഒരു ഫ്രോഗിൻ്റെ തന്നെ അനാട്ടമിയും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് പഴയ NCERT നോക്കിയാൽ മനസ്സിലാകും. കോക്രോച്ച് ഉണ്ടായിരുന്നു, എർത്ത് വോം ഉണ്ടായിരുന്നു, എല്ലാതും ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഒന്നും കൂടി ഈസിയാണ്. ദാറ്റ് ഈസ് ഫ്രോഗ് മാത്രമേ പഠിക്കാനുള്ളൂ. സോ അതിൽ കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഇത് നമ്മൾ ക്ലാസ് കഴിയുമ്പോൾ നമ്മൾ പക്കാക്കിയിട്ടേ പോകുന്നുള്ളൂ. ഓക്കെ, സോ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ബേസിക് സംഭവമുണ്ട്. അതായത് ഈ ഫ്രോഗിൻ്റെ ലിവിങ് പർപ്പസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവർക്ക് എവിടേക്കാണ് ലൈഫ് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുക, സർവൈവ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. മക്കളെ, നിങ്ങൾ നോർമലി ആലോചിക്കുക, ടെക്സ്റ്റ് വായിക്കുന്നതിൻ്റെ മുന്നേ തന്നെ നിങ്ങൾക്കറിയാം ഫ്രോഗിനെ ചിലപ്പോൾ നിങ്ങൾ ലൈക്ക് ലാൻഡിലും കാണും വാട്ടറിലും കാണും, റൈറ്റ്? സോ അതിൽ തന്നെ ഫസ്റ്റ് പോയിന്റ് ഓക്കെയാണ്, ദാറ്റ് ഇറ്റ് ക്യാൻ ലിവ് ബോത്ത് ഓൺ ലാൻഡ് ആൻഡ് ഇൻ ഫ്രഷ് വാട്ടർ. എവിടെയൊക്കെ ജീവിക്കാൻ മക്കളെ? ലാൻഡിലും പറ്റും, അതുപോലെ തന്നെ ഫ്രഷ് വാട്ടറിലും പറ്റും. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് പോയിന്റ്. ഞാൻ പോയിന്റ് വൈസ് മാർക്ക് ചെയ്യാം, സോ ഇറ്റ് വിൽ ബി മോർ ഈസിയർ ഫോർ യു. ക്ലിയർ ആയല്ലോ? സോ ഫസ്റ്റത്തെ നമ്മളുടെ ഒരു ഫ്രോഗ് എവിടേക്കാണ് നമ്മളൊരു ഫ്രോഗിനെ കാണുക എന്നുള്ളതാണ് ആദ്യം ഇവിടെ പഠിക്കാനുള്ള പോയിന്റ്. ദാറ്റ് ഇറ്റ് ക്യാൻ ലിവ് ബോത്ത് ഓൺ ലാൻഡ് ആൻഡ് ഇൻ ഫ്രഷ് വാട്ടർ. ക്ലിയർ ആണോ? ആൻഡ് ഇവർ മക്കളെ ഏത് ക്ലാസ്സിലായിരുന്നു ബിലോങ് ചെയ്തിട്ടുള്ളത്? ഫ്രോഗ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ആംഫീബിയ. എന്തായിരുന്നു ആംഫീബിയൻസ് എന്നുള്ളതിൻ്റെ മീനിങ്? ആംഫീബിയൻസ് എന്നുള്ളതിൻ്റെ മീനിങ് എന്താ നമ്മൾ പറഞ്ഞതാ? ഡ്യുവൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? ദാറ്റ് മീൻസ് ബോത്ത് ലാൻഡിലും വാട്ടറിലും ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഏത് ഫൈലമാണ് മക്കളെ? വിച്ച് ഫൈലം? ഫൈലം കോഡേറ്റ. നോൺ കോഡേറ്റ്സിലാണോ ഫ്രോഗ് വന്നിട്ടുള്ളത്? അല്ല, നോൺ കോഡേറ്റ്സ് കഴിഞ്ഞിട്ട് നമ്മൾ കോഡേറ്റയിലോട്ട് എത്തി. അവിടെ വെർട്ടിബ്രേറ്റ്സിൻ്റെ അണ്ടറിൽ വരുന്ന ആംഫീബിയ എന്ന് പറയുന്ന ക്ലാസ്സിലാണ് ആര് കാണുന്നത്? ഫ്രോഗ്. റാണ, ഓർക്കുന്നില്ലേ മക്കളെ? സോ ഇമ്പോർട്ടൻ്റ് ആണ്. ബുഫോ, ടോഡ്, ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു കോമൺ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എവിടെയാണ്
അവർ ലൈഫ് എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് പഠിച്ചു. ഇനി അടുത്തത് ദ മോസ്റ്റ് കോമൺ സ്പീഷീസ് ഓഫ് ദ ഫ്രോഗ് ഈസ് ഫൗണ്ട് ഇൻ ഇന്ത്യ, ദാറ്റ് ഈസ് റാന ടൈഗ്രീന. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റാന ടൈഗ്രീന എന്നുള്ളത് നമ്മൾ ഓൾറെഡി ആനിമൽ കിങ്ഡത്തിൽ പഠിച്ച കാര്യമാണ്. സോ ഈ പറയുന്ന റാന ടൈഗ്രീനയാണ് ഇന്ത്യയിൽ മോസ്റ്റ് കോമൺലി കാണുന്ന ഫ്രോഗ്. ക്ലിയർ ആണോ? ഇതാണ് മോസ്റ്റ് കോമൺലി കാണുന്ന സ്പീഷീസ് ഓഫ് ഫ്രോഗ് എന്ന് പറയുന്നത്. ഏതാണ് മക്കളെ? ദാറ്റ് ഈസ് റാന ടൈഗ്രീന. ക്ലിയർ ആണോ? റാന ടൈഗ്രീന. ആൻഡ് ഇവരുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവർക്കൊരു കോൺസ്റ്റൻറ്റ് ബോഡി ടെമ്പറേച്ചർ ഇല്ല. അത് നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സിലാവും. ഇവർ കുറച്ച് വെള്ളത്തിൽ നിൽക്കും, കുറച്ച് പുറത്ത് നിൽക്കും. ഒരു കോൺസ്റ്റൻറ്റ് ബോഡി ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ ഇങ്ങനെ മാറി കളിക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ മക്കളെ? ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളത്തിൽ നിന്ന് കരയിലോട്ട് വരുന്നു, അങ്ങോട്ട് പോകുന്നു, ഇങ്ങനെ മാറി മാറി കളിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് പറ്റുമോ? ഇല്ല. ദാറ്റ് മീൻസ് അവർക്കൊരു കോൺസ്റ്റൻറ്റ് ബോഡി ടെമ്പറേച്ചർ ഇല്ല. ദേ ഡു നോട്ട് ഹാവ് എ കോൺസ്റ്റൻറ്റ് ബോഡി ടെമ്പറേച്ചർ. സോ ഇപ്പോൾ നമ്മൾ 3 പോയിന്റ്സ് പഠിച്ചു. ദ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ദേ ക്യാൻ ലിവ് ഓൺ ബോത്ത് ലാൻഡ് ആൻഡ് വാട്ടർ. ദ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് മോസ്റ്റ് കോമൺലി സീൻ ഫ്രോഗ് സ്പീഷീസ്. ഏതാണ് മക്കളെ? ദാറ്റ് ഈസ് റാന ടൈഗ്രീന. ക്ലിയർ ആണല്ലോ? ദാറ്റ് ഈസ് റാന ടൈഗ്രീന. ആൻഡ് ദ തേർഡ് വൺ എന്ന് പറയുന്നത് ദേ ഡു നോട്ട് ഹാവ് എ കോൺസ്റ്റൻറ്റ് ബോഡി ടെമ്പറേച്ചർ. അവർക്ക് എന്തില്ല മക്കളെ? ഒരു കോൺസ്റ്റൻറ്റ് ബോഡി ടെമ്പറേച്ചർ അവർക്കില്ല. That means their body temperature varies with the temperature of the environment. അതാണ് ഞാൻ പറഞ്ഞത്. ഇവർ വെള്ളത്തിൽ നിൽക്കും കുറച്ച് നേരം. വെള്ളത്തിലത്തെ ടെമ്പറേച്ചർ ആവുമോ മക്കളെ പുറത്ത്? ആണോ? അങ്ങനെയാണോ ഉണ്ടാവുക? അല്ല, ചെറിയ ഡിഫറൻസസ് ഒക്കെ ഉണ്ടാകും. അപ്പം വെള്ളത്തിലെത്തുമ്പം അവരുടെ ബോഡി അതിന് ആ ഒരു ടെമ്പറേച്ചറുമായിട്ട് അഡാപ്റ്റഡ് ആവും. അതാ പറഞ്ഞത്, എൻവയോൺമെൻറ്റിനനുസരിച്ച് ഇവർ ഇതിനെ റെഗുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ക്ലിയർ ആയോ മക്കളെ? ഓക്കെ അല്ലേ? ആൻഡ് സച്ച് ആനിമൽസ് ആർ കോൾഡ് കോൾഡ് ബ്ലഡഡ് ഓർ പോയ്ക്കിലോതേംസ്. ഇതിൽ കൺഫ്യൂഷൻ വരേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എയ്വ്സ് വരെ, ഓക്കെ, എയ്വ്സ് വരെ പോയ്ക്കിലോതേമസ് ആണ്. അത് കഴിഞ്ഞിട്ടുള്ളവരാണ് ഹൊമോയോതേമസ് എന്ന്. ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ആനിമൽ കിങ്ഡത്തിലോട്ട് ബാക്കിലോട്ട് എന്നിട്ട് നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. അവിടെ നമ്മൾ വൃത്തിക്ക് പറഞ്ഞതായിരുന്നു ഈ പറയുന്ന എയ്വ്സ് വരെയുള്ള ആളുകൾ, എയ്വ്സ് അല്ല, എയ്വ്സ് വരെയുള്ള ആളുകൾ പോയ്ക്കിലോതേംസ് അല്ലെങ്കിൽ കോൾഡ് ബ്ലഡഡ് ആണ്. എന്താണ് കോൾഡ് ബ്ലഡഡ്? നമ്മൾ പറഞ്ഞതാണ്. അതായത് എൻവയോൺമെൻറ്റിനനുസരിച്ചിട്ട് അവരുടെ ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാൻ പറ്റുന്നവരെയാണ് മക്കളെ നമ്മൾ കോൾഡ് ബ്ലഡഡ് ആനിമൽസ് എന്ന് പറയാം, അല്ലെങ്കിൽ പോയ്ക്കിലോതേംസ് എന്ന് വിളിക്കാം. ഇത്രയും കാര്യങ്ങൾ ഓർക്കുന്നില്ലേ? ഓക്കെ ആണല്ലോ? സോ നമ്മളുടെ ഫോർത്ത് പോയിന്റ് കിട്ടി. ഫോർത്ത് അല്ല, നമുക്ക് തേർഡ് പോയിന്റ് എന്ന് തന്നെ പറയാം. അവർക്കൊരു കോൺസ്റ്റൻറ്റ് ബോഡി ടെമ്പറേച്ചർ ഇല്ല. അവരിങ്ങനെ എൻവയോൺമെൻറ്റിനനുസരിച്ചിട്ട് അവർ ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ദേ ആർ എന്താണ്? പോയ്ക്കിലോതേംസ് ആണ്. അവരെന്താണ് മക്കളെ? പോയ്ക്കിലോതേംസ് ആണ്, അല്ലെങ്കിൽ കോൾഡ് ബ്ലഡഡ് ആണ്. ഓക്കെ അല്ലേ? സോ you might have also noticed changes in the color of frogs while they are in grasses and on dry land. അവരിപ്പോൾ ഗ്രാസിലോ അല്ലെങ്കിൽ ഡ്രൈ ലാൻഡിലോ ആണെങ്കിൽ അപ്പോൾ അവരിൽ നമ്മൾ കാണുന്ന ഫ്രോഗിൻ്റെ കളർ ആവത്തില്ല, മറ്റൊരു സ്പേസിലോട്ട് പോകുമ്പോൾ കാണാം. എന്ന് വെച്ചാൽ ഇവർക്ക് എന്തിനുള്ള അബിലിറ്റി ഉണ്ട്? കളർ ചേഞ്ചിങ് കപ്പാസിറ്റി ഉണ്ട്. ഇവർക്ക് എന്തുണ്ട് മക്കളെ? കളർ ചേഞ്ചിങ് കപ്പാസിറ്റി ഉണ്ട്. ക്ലിയർ ആണോ? ഫ്രോഗിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരയാണ് ദാറ്റ് ഈസ് കളർ ചേഞ്ചിങ് അബിലിറ്റി എന്ന് പറയുന്നത്. സോ ഗ്രാസിലും ലാൻഡിലും നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണുന്ന കളർ ആവില്ല വേറൊരു സ്ഥലത്ത് നോക്കുമ്പോൾ കാണുന്നത്. സോ ദേ ഹാവ് ദ എബിലിറ്റി ടു ചേഞ്ച് ദ കളർ ടു ഹൈഡ് ദം ഫ്രം ദെയർ എനിമീസ്. എന്തിനാണ് മക്കളെ ശരിക്കും ഇപ്പോൾ ഗ്രാസിൽ നിൽക്കുന്ന സമയത്ത് ഇവരെന്തിനാണ് ഇവരുടെ കളർ ചേഞ്ച് ചെയ്യുന്നത്? മക്കളെ, ഗ്രാസിൻ്റെ കളർ എന്താ? ഒരു ഗ്രീനിഷ് ടൈപ്പാണല്ലോ ഗ്രാസ് എന്ന് പറയുന്നത്. സോ കുറേ ഗ്രാസ് ഇങ്ങനെ മൂടിക്കിടക്കുന്ന ഒരു സ്ഥലത്ത് ഇപ്പം ഈ ഫ്രോഗ്സിനെ കഴിക്കുന്ന അതായത് അവരുടെ എനിമീസ് ഉണ്ടാവുമല്ലോ. എനിമീസിനെ വരെ കാണാൻ പറ്റണ്ട ആദ്യം. ഓക്കെ, അവിടെ ഫ്രോഗ് ഉണ്ട് എന്നറിഞ്ഞാൽ മാത്രമല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? സോ അതറിയരുത്. ആ കൂട്ടത്തിൽ ഓക്കെ ഇവിടെ ഫ്രോഗ് ഉണ്ട്, ഇത് ഗ്രാസ് ആയിട്ട് തന്നെ ഇവർക്ക് ഫീൽ ചെയ്യണം, അവരുടെ എനിമിക്ക് ഗ്രാസ് ആയിട്ട് തന്നെ ഫീൽ ചെയ്യണം. എന്താണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്? പ്രേ പ്രൊട്ടക്ഷൻ ആണ്. അതായത് അവർക്ക് അവരുടെ എനിമിയിൽ നിന്നും രക്ഷപ്പെടാനുള്ളൊരു മാർഗമാണ് അവരുടെ കളർ ചേഞ്ച് ചെയ്യാനുള്ള എബിലിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഈ ഒരു പോയിന്റ് ഓക്കെ അല്ലേ മക്കളെ? സോ ഇങ്ങനെ എനിമീസിൽ നിന്നും പ്രൊട്ടക്ഷൻ നേടാൻ വേണ്ടിയിട്ട് ഇവർ കളർ ചേഞ്ച് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ക്യാമോഫ്ലേജ്. എന്താണ് മക്കളെ? എന്താ മക്കളെ പറയാം? ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റ് വൈസ് തന്നെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ദാറ്റ് ഈസ് ക്യാമോഫ്ലേജ്. ക്ലിയർ ആണല്ലോ? ആൻഡ് ദിസ് പ്രൊട്ടക്റ്റീവ് കളറേഷൻ, ഇങ്ങനെയുള്ള ഈ ഒരു പ്രൊട്ടക്റ്റീവ് കളറേഷനെ വിളിക്കുന്ന ഒരു കണ്ടീഷനാണ്, അല്ലെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് മക്കളെ മിമിക്രി എന്ന് പറയുന്നത്. സോ 2 പോയിന്റ് ഉണ്ട് ഇവിടെ. ഒന്ന് ക്യാമോഫ്ലേജും രണ്ടാമത്തെ മിമിക്രിയും.
സോ ഈ ഒരു എബിലിറ്റി ഉണ്ടല്ലോ, അതായത് ഇവർക്ക് ഇങ്ങനെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കളർ ചേഞ്ച് ചെയ്യാനുള്ള ഒരു എബിലിറ്റീനെ വിളിക്കുന്ന പേരാണ് ക്യാമോഫ്ലേജ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു പ്രൊട്ടക്ഷൻ ലെയറിനെ വിളിക്കുന്നത്, പ്രൊട്ടക്ഷൻ ലെയർ എന്നല്ല, ഈ ഒരു പ്രൊട്ടക്ഷനെ വിളിക്കുന്ന പേരാണ് മക്കളെ എന്ത്, ഈ ഒരു പ്രൊട്ടക്റ്റീവ് കളറേഷനെ വിളിക്കുന്ന പേരാണ് മിമിക്രി എന്ന് പറയും. ക്ലിയർ ആയോ? നമുക്ക് 2 പോയിന്റ്സ് ആണ് ഇവിടെ പഠിക്കാനുള്ളത്, ഓർത്ത് വെച്ചോളണം. ദ ഫസ്റ്റ് വൺ എന്ന് പറയുന്നതാണ് ക്യാമോഫ്ലേജ്. ഓക്കെ, എന്താണ് മക്കളെ ക്യാമോഫ്ലേജ് എന്ന് പറയുന്നത്? എബിലിറ്റിയാണ്. ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു ഹൈഡ്. ഓക്കെ, ടു ഹൈഡ് ഫ്രം എനിമീസ്. എനിമീസിൽ നിന്നും ഹൈഡ് ചെയ്യാനുള്ള എബിലിറ്റീനെ വിളിക്കുന്ന പേരാണ് മക്കളെ ക്യാമോഫ്ലേജ് എന്ന് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം എന്താണ് മിമിക്രി എന്ന് പറഞ്ഞാൽ? ആ ഒരു പ്രൊട്ടക്റ്റീവ് കളറേഷനെ വിളിക്കുന്ന പേരാണ് മിമിക്രി. ക്ലിയർ ആണോ? ആ ഒരു പ്രൊട്ടക്റ്റീവ് കളറേഷനെ വിളിക്കുന്ന പേരാണ് മക്കളെ മിമിക്രി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഈ 2 കാര്യങ്ങൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ്. ഓക്കെ, സോ യു ഹാവ് ടു ലേൺ ഇറ്റ്. അപ്പം മൊത്തം എത്ര പോയിന്റ്സ് പറഞ്ഞു? പെട്ടെന്ന് വീണ്ടും മേലോട്ട് പോവാം. ദ ഫസ്റ്റ് തിങ് നമ്മൾ എന്താണ് പറഞ്ഞത് മക്കളെ? ദാറ്റ് ഈസ് ദേ ക്യാൻ ലിവ് ഓൺ ബോത്ത് ലാൻഡ് ആൻഡ് ഇൻ ഓൾസോ ഫ്രഷ് വാട്ടർ. അതാണ് നമ്മളെ ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തേത്, ഇന്ത്യയിൽ മോസ്റ്റ് കോമൺ ഫ്രോഗ് സ്പീഷീസ് ഏതാണ്? റാന ടൈഗ്രീന. സെക്കൻഡ് പോയിന്റ്. ആൻഡ് ദ തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ദേ ആർ പോയ്ക്കിലോതേമസ്. ആൻഡ് ദ ഫോർത്ത് പോയിന്റ് ആണ് മക്കളെ ദാറ്റ് ഈസ് ക്യാമോഫ്ലേജ്. ഫോർത്ത് പോയിന്റ് ആണ് ക്യാമോഫ്ലേജ്. ആൻഡ് ഫിഫ്ത്ത് പോയിന്റ് ആണ് മിമിക്രി. ഇതെന്തിനാ 2 പോയിന്റ് ആക്കി തന്നത്? വെരി ഇമ്പോർട്ടൻറ്റ്. അത് രണ്ടും അങ്ങനെ തന്നെ എക്സാംസിന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ക്ലിയർ ആയോ? എക്സാമിന് അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ക്യാമോഫ്ലേജിൻ്റെ സെൻറ്റൻസും ചോദിക്കാറുണ്ട്, അതുപോലെ തന്നെ മിമിക്രിയുടെ ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ പബ്ലിക് എക്സാമിനേഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും വരുന്നൊരു ക്വസ്റ്റ്യൻ ആണത്. ക്ലിയർ ആണോ? ഓക്കെ ആണല്ലോ മക്കളെ? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലെറ്റ്സ് മൂവ് ഓൺ. ദാറ്റ് യു മേ ഓൾസോ നോ ദാറ്റ് ഫ്രോഗ്സ് ആർ നോട്ട് സീൻ ഡ്യൂറിങ് പീക്ക് സമ്മർ. പീക്ക് സമ്മറിൽ നല്ല ചൂടുള്ള സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഈ ഫ്രോഗ്സിനെ കാണാൻ വേണ്ടി പറ്റില്ല. വൈ? അതെന്താ അങ്ങനെ കാണാൻ വേണ്ടി പറ്റാത്തത്? പീക്ക് സമ്മറിൽ എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ പീക്ക് വിൻ്ററിലും കാണാൻ പറ്റത്തില്ല. ഇങ്ങനെ പീക്ക് ടെമ്പറേച്ചറുള്ള സമയത്തൊന്നും ഈ പറയുന്ന ഫ്രോഗ്സിനെ കാണാൻ വേണ്ടി പറ്റില്ല. ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദെയർ സ്കിൻ ടൈപ്പ്. ഓക്കെ, ഇങ്ങനെ പീക്ക് പീരീഡിൽ നല്ല തണുപ്പുള്ള സമയത്തും കാണില്ല, നല്ല ചൂടുള്ള സമയത്തും നമുക്ക് ഈ ഫ്രോഗിനെ അങ്ങനെ പുറത്ത് കാണില്ല. സോ ഇവരെന്താണ് ആ സമയത്ത് ചെയ്യുന്നത്? ആ സമയത്ത് ഫ്രോഗ്സ് ഒന്നും ഉണ്ടാവില്ലേ? ഫ്രോഗ്സ് ഇല്ലാഞ്ഞിട്ടല്ല, നമ്മൾ അവരെ കാണുന്നില്ല. ദാറ്റ് മീൻസ് നമ്മളുടെ ചുറ്റുപാടിൽ അവരില്ല എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. ആ സമയത്ത് അവരുടെ റെസ്റ്റിംഗ് പീരീഡാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പ്ലാന്റ്സിൻ്റെ ഒക്കെ കേസിൽ സീഡിന് ഒരു ഡോമൻസി പീരീഡ് ഉണ്ട്. എന്ന് വെച്ചാൽ അവരുടെ റെസ്റ്റിംഗ് പീരീഡാണത്. അതുപോലെ തന്നെ ഫ്രോഗ്സിൻ്റെ ഒരു റെസ്റ്റിംഗ് പീരീഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. ദാറ്റ് ഈസ് അവർ പീക്ക് സമ്മറിലും പീക്ക് വിൻ്ററിലും അവരെ നമുക്ക് കാണാൻ പറ്റില്ല. ക്ലിയർ ആയോ മക്കളെ? സോ ഡ്യൂറിങ് ദിസ് പീരീഡ് ദേ ടേക്ക് ഷെൽട്ടർ ഇൻ ഡീപ് ബറോസ് ടു പ്രൊട്ടക്ട് ദം ഫ്രം എക്സ്ട്രീം ഹീറ്റ് ആൻഡ് കോൾഡ്. ഇങ്ങനെ എക്സ്ട്രീം ഹീറ്റെന്നും എക്സ്ട്രീം കോൾഡെന്നും അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും? ഡീപ്പ് ബറോസിൽ പോയിട്ടിരിക്കും. ക്ലിയർ ആണോ മക്കളെ? സോ അതിനെ വിളിക്കുന്ന പേരാണ് സമ്മർ സ്ലീപ്പ്. അതായത് പീക്ക് സമ്മറിൽ ഇവരങ്ങനെ ഡീപ്പ് ബറോയിലൊക്കെ കയറിയിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് മക്കളെ സമ്മർ സ്ലീപ്പ്. ഈ സമ്മർ സ്ലീപ്പിനെ വിളിക്കുന്ന പേരാണ് മക്കളെ എയ്സ്റ്റിവേഷൻ. ക്ലിയർ ആണോ? ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, സമ്മർ സ്ലീപ്പും വിൻ്റർ സ്ലീപ്പും മാറിപ്പോകും. ഇത്ര ഓർത്ത് വെച്ചാൽ മതി. സമ്മർ സ്ലീപ്പിലെ എസ്സുകളല്ലേ, അപ്പം എയ്സ്റ്റിവേഷൻ, സമ്മർ സ്ലീപ്പ്. ക്ലിയർ ആണോ? വിൻ്റർ സ്ലീപ്പിലോ? വിൻ്റർ എന്നുള്ളതിൽ എസ് ഉണ്ടോ? ഇല്ല. സോ ഹൈബർനേഷൻ. സമ്മർ സ്ലീപ്പിൽ എസ് ഉണ്ട്, സോ എയ്സ്റ്റിവേഷനും. വിൻ്റർ സ്ലീപ്പിൽ എസ് ഇല്ല. സ്ലീപ്പിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, സമ്മർ എന്നുള്ള വേർഡ് എടുക്കുക, എസ് ഇല്ലേ, സോ എയ്സ്റ്റിവേഷൻ. വിൻ്റർ എന്നുള്ള വേർഡ് എടുക്കുക, എസ് ഇല്ല, സോ ഹൈബർനേഷൻ. ക്ലിയർ ആണോ? ഇതാണ് മാറിപ്പോവാണ്ടിരിക്കാനുള്ള ഒരു ടിപ്പ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ മക്കളെ? ഓക്കെ അല്ലേ? സോ അതാണ് നമ്മളുടെ ഫിഫ്ത്ത് പോയിന്റ് എന്ന് പറയുന്നത്. ഫിഫ്ത്ത് അല്ല, ഐ തിങ്ക് സിക്സ്ത് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇവർക്ക് സമ്മർ സ്ലീപ്പ് ഉണ്ട്, വിൻ്റർ സ്ലീപ്പ് ഉണ്ട്. ദാറ്റ് മീൻസ് എ റെസ്റ്റിംഗ് പീരീഡ്, ഒരു പ്രൊട്ടക്ഷൻ പീരീഡാണ് അവർക്ക് എക്സ്ട്രീം ഹീറ്റിൽ നിന്നും എക്സ്ട്രീം കോൾഡിൽ നിന്നും സ്വയം പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു പീരീഡാണിത്. സോ ആ ഒരു പ്രൊട്ടക്ഷൻ മെത്തേഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സമ്മർ സ്ലീപ്പ് ആൻഡ് വിൻ്റർ സ്ലീപ്പ്. ആൻഡ് സമ്മർ സ്ലീപ്പ് ഈസ് നോൺ ആസ് എയ്സ്റ്റിവേഷൻ ആൻഡ് വിൻ്റർ സ്ലീപ്പ് ഈസ് നോൺ ആസ് ഹൈബർനേഷൻ. ക്ലിയർ ആണോ മക്കളെ? എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്ന ഒരു പോർഷനാണിത്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. സോ അത് ഞാൻ 2 പോയിന്റ് ആയിട്ട് തന്നെ മാർക്ക് ചെയ്യാം, 6th പോയിന്റും 7th പോയിന്റും. മൊത്തം 7 പോയിന്റാണ് മക്കളെ നമ്മൾ ഈ ഒരു ബേസിക് പാരഗ്രാഫിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മൾ മോർഫോളജി എത്തിയിട്ടില്ല, അനാട്ടമിയോ എത്തിയിട്ടില്ല. സോ അതിൻ്റെ മുന്നേ ഉള്ള ഒരു ഫ്രോഗിനെ പറ്റിയിട്ടുള്ള ബേസിക് ഡിസ്ക്രിപ്ഷനിൽ നമുക്കിപ്പോൾ മൊത്തം
7 പോയിൻറ്റ്സ് പഠിച്ചിട്ടുണ്ട്. ഈ 7 പോയിൻറ്റ്സും ഓരോന്നോരോന്ന് നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക. ടോട്ടലി പോയി എഴുതരുത്. അതായത് they do not show constant body temperature അങ്ങനെയൊന്നും എഴുതാൻ പാടില്ല. ഷോർട്ട് നോട്ട് എന്ന് പറയുമ്പം നിങ്ങൾ ഇങ്ങനെ എഴുതിയാൽ മതി. ഫസ്റ്റത്തെ പോയിന്റ് എന്ന് പറയുന്നത് ആംഫീബിയൻ ആണ്. ആംഫീബിയൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ, ലാൻഡിലും അതുപോലെ തന്നെ വാട്ടറിലും ജീവിക്കാൻ പറ്റുന്നവരാണെന്ന്. സെക്കൻഡ് പോയിന്റ് നിങ്ങളപ്പോൾ എന്ത് എഴുതണം, റാണ ടൈഗ്രീന. ആൻഡ് ദ തേർഡ് പോയിന്റ് നിങ്ങളപ്പോൾ എന്ത് എഴുതണം, പോയിക്കിലോതേംസ് ആണ്. ഫോർത്ത് പോയിന്റ് എന്താണ് മക്കളെ, ദാറ്റ് ഈസ് ക്യാമോഫ്ലേജ്. അത്ര മാത്രം എഴുതാൻ പാടുള്ളൂ ഷോർട്ട് നോട്ടിൽ. അത് കാണുമ്പോൾ നിങ്ങൾക്ക് കത്തണം. അതായത് ഇന്ന് ഫസ്റ്റ് തവണ പഠിക്കുമ്പോൾ തന്നെ ഷോർട്ട് നോട്ട് നോക്കി പഠിക്കരുത്. ഷോർട്ട് നോട്ട് അവിടെ എഴുതിയിട്ട് മാറ്റി വയ്ക്കുക. എന്നിട്ട് ടെക്സ്റ്റ് നിങ്ങളൊരു 2, 3, 4, 5 തവണയൊക്കെ എന്ത് ചെയ്യുക, റിപ്പീറ്റഡ് ആയിട്ട് പഠിക്കുക. ഓക്കെ, വായിക്കുക. അതിനുശേഷം പിന്നീട് റിവിഷൻ പ്രോസസ്സ് ഫുൾ ഷോർട്ട് നോട്ടിലായിരിക്കണം. ക്ലിയർ ആയല്ലോ എന്താണ് ഉദ്ദേശിക്കുന്നത്? സോ നമ്മളെവിടെ എത്തി? നമ്മുടെ 5th പോയിന്റ് ഏതായിരുന്നു, മിമിക്രി. 6th പോയിന്റ് എന്തായിരിക്കും മക്കളെ, എയ്സ്റ്റുവേഷൻ. ആൻഡ് എയ്സ്റ്റുവേഷൻ്റെ ബ്രാക്കറ്റിൽ സമ്മർ സ്ലീപ്പ് എന്ന് എഴുതുക. ഓക്കെ, ആൻഡ് ദ 7th പോയിന്റ് ഹൈബർനേഷൻ, ബ്രാക്കറ്റിൽ എന്ത് എഴുതുക, വിൻ്റർ സ്ലീപ്പ് എന്ന് എഴുതുക. ഇതോടുകൂടെ നമ്മളുടെ ഫ്രോഗിൻ്റെ ഫസ്റ്റ് പോർഷൻ ക്ലിയർ ആവുമല്ലോ. അതിൽ ഇനി കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ മക്കളെ, ഓക്കെ ആണല്ലോ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ മോർഫോളജി ഓഫ് എ ഫ്രോഗ്. എന്താ മക്കളെ മോർഫോളജി എന്ന് പറഞ്ഞാൽ? എന്താണ് അനാട്ടമി, എന്താണ് മോർഫോളജി? മോർഫോളജി എന്ന് വെച്ചാൽ നമ്മൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് അല്ലേ മോർഫോളജി എന്ന് പറയുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ മനസ്സിലൊരു ഫ്രോഗിനെ വിചാരിക്കുക. ഓക്കെ, ഞാൻ ക്ലാസ്സിൽ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും യു ഹാവ് ടു തിങ്ക് അബൌട്ട് എ ഫ്രോഗ്. ആ ഒരു ഫ്രോഗിനെ നേരിട്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലേ? കാണാത്തവരാരെയും ഉണ്ടോ മക്കളെ? ഫ്രോഗിനെ തീരെ കാണാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടോ? പുറത്തൊക്കെ ലൈക്ക് GCC കൺട്രീസിൽ അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദിസ് കൺട്രി ജീവിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പം വേണമെങ്കിൽ ഇങ്ങനത്തെ ആൾക്കാരൊന്നും ഇങ്ങനത്തെ ആനിമൽസിനൊന്നും കാണൂല. അതങ്ങനെയാണ്. ബിക്കോസ് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ലിവിങ്. അവിടുത്തെ ഒരു ലിവിങ് അങ്ങനെയാണ്. ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് സംഭവങ്ങളൊന്നും നമ്മൾ കാണൂല. ബട്ട് ഈവൻ തോ നിങ്ങൾ എന്തായാലും ഐ തിങ്ക് ഇതിൽ കാണുന്ന മിക്ക ആളുകളും ഇവിടെ നമ്മളുടെ ഇന്ത്യയിൽ തന്നെ ഉള്ളവരായിരിക്കും, കേരളത്തിൽ തന്നെ ഉള്ളവരായിരിക്കും. സോ എല്ലാവരും മിക്കതും കണ്ടിട്ടുണ്ടാകും. ഇല്ലാത്തവരെന്ത് ചെയ്യുക, യൂട്യൂബിലൊക്കെ ഒന്ന് പോയി സെർച്ച് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഫ്രോഗിനെ ശരിക്കും ഒന്ന് മനസ്സിലാക്കുക. ക്ലിയർ ആണല്ലോ? ഞാൻ നിങ്ങളുടെ അടുത്ത് അനാട്ടമി ഒന്നും മനസ്സിലാക്കാൻ പറയുന്നില്ല. എക്സ്റ്റേണലി ഒരു ഫ്രോഗിനെ കാണുമ്പോൾ എങ്ങനെയാണ്, സോ അതിൻ്റെ ബേസിസിൽ നമുക്ക് ഈ മോർഫോളജി കംപ്ലീറ്റ്ലി ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. കാണാപ്പാഠം പഠിക്കേണ്ട ആവശ്യം വരത്തില്ല. ക്ലിയർ ആണോ മക്കളെ? സോ മോർഫോളജിയിലോട്ടാണ് നമ്മൾ മൂവ് ഓൺ ചെയ്യുന്നത്. സോ ഹാവ് യു എവർ ടച്ച്ഡ് ദ സ്കിൻ ഓഫ് ഫ്രോഗ്? എവിടെ അല്ലേ, ആര് ടച്ച് ചെയ്യുന്നു? നമുക്കതിനെ കാണുമ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പേഴ്സണലി ഇപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ ഫ്രോഗിനെ കണ്ടാൽ ഞാൻ ആ ഭാഗത്തേക്ക് പോകത്തില്ല. അത് എന്തോ ഒരു കൈൻഡ് ഓഫ് ഇൻറ്റ്യൂഷനാണ്, എന്തോ പേടിയോ അല്ലെങ്കിൽ ആ ഒരു കൈൻഡ് ഓഫ് സ്കിന്നി ടെക്സ്ചർ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ബിക്കോസ് വൺസ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ കൈ അവിടെ എവിടെയും തട്ടി പിടിക്കുകയൊക്കെ ചെയ്താൽ പിന്നെ നമ്മൾ ആ ഭാഗത്തേക്ക് പോകത്തില്ല. സോ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ വെനെവർ ഐ സീ ദാറ്റ് ഐ മൂവ് ഓൺ ഫ്രം ദാറ്റ്. എനിക്ക് പിന്നെ ആ ഭാഗത്തേക്ക് തന്നെ പോകാൻ പറ്റത്തില്ല. സോ നിങ്ങൾ എത്ര പേര് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവും അറിയില്ല. ബട്ട് ഈവൻ തോ ഇവരെന്താ ഫസ്റ്റ് ചോദിച്ചത്, നമ്മൾ ഫ്രോഗിനെ ടച്ച് ചെയ്തിട്ടുണ്ടോ? അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും സംതിങ് ഇസ് ദർ. സി, ഈ ഫ്രോഗിൻ്റെ സ്കിൻ ടെക്സ്ചർ എന്ന് പറയുന്നത് മക്കളെ ഇറ്റ് ഇസ് വെരി സ്മൂത്ത്. ഓക്കെ, സ്മൂത്ത് മാത്രമല്ല സ്ലിപ്പറിങ് കൂടെയാണ്. ക്ലിയർ? ഫ്രോഗിൻ്റെ ടെക്സ്ചർ എങ്ങനെയാണ്? ഭയങ്കര സ്മൂത്ത് ടെക്സ്ചറാണ് അതിൻ്റെ ബോഡി ഉള്ളത്, സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്ലിപ്പറിയാണ്. ആ സ്ലിപ്പറി ആവാനുള്ള റീസൺ എന്ന് പറയുന്നത് ഇവർക്കൊരു മ്യൂക്കസ് കോട്ട് ഉണ്ട്. ലൈക്ക് ഇവർക്ക് എന്തുണ്ട്, ഒരു മ്യൂക്കസ് കോട്ട് പ്രസൻ്റ് ആണ്. ഇപ്പോൾ നമ്മളുടെ ബോഡിയിൽ നമ്മളിങ്ങനെ കൈ വെച്ചാൽ ഇങ്ങനെ സ്ലിപ്പറി ആയിട്ട് പോവോ? ഇല്ല. കാരണം നമ്മൾക്ക് അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് മ്യൂക്കസ് കോട്ടിങ് അല്ല ഉള്ളത്. ഫ്രോഗ്സിൻ്റെ കേസിൽ എന്ന് പറയുന്നത് ഭയങ്കര സ്മൂത്തും ആയിരിക്കും, ഭയങ്കര സ്ലിപ്പറി ആയിരിക്കും. ദാറ്റ് മീൻസ് അവിടെ എന്തുണ്ട്, ഒരു മ്യൂക്കസ് കോട്ട് പ്രസൻ്റ് ആണ്. ഓക്കെ, അവിടെ എന്ത് പ്രസൻ്റ് ആണ് മക്കളെ? മ്യൂക്കസ് പ്രസൻ്റ് ആണ്. സോ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇവരുടെ സ്കിൻ ടൈപ്പാണ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് വെരി സ്മൂത്ത്. സ്കിൻ എങ്ങനെയാണ് മക്കളെ? സ്മൂത്ത് ആണ്, അതുപോലെ തന്നെ സ്ലിപ്പറിയാണ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ദ മ്യൂക്കസ്. ക്ലിയർ ആണല്ലോ? ആൻഡ് ദ സ്കിൻ ഈസ് ഓൾവേസ് മെയിൻറ്റെയിൻഡ് ഇൻ എ മോയിസ്റ്റ് കണ്ടീഷൻ. സ്കിൻ എങ്ങനെയാണ് മക്കളെ? ഇറ്റ് ഈസ് ഓൾവേസ് മെയിൻറ്റെയിൻഡ് ഇൻ എ മോയിസ്റ്റ് കണ്ടീഷൻ. ദ കളർ ഓഫ് ദി ഡോർസൽ സൈഡ് ഓഫ് ദ ബോഡി ഈസ് ജനറലി ഒലിവ് ഗ്രീൻ വിത്ത് ഡാർക്ക് ഇറഗുലർ സ്പോട്ട്സ്. ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു ഫ്രോഗിനെ മനസ്സിൽ വിചാരിക്കുക. കിട്ടാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. സ്കിൻ ടൈപ്പ് എന്താണെന്നുള്ളത് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ചിലർക്ക് അറിയുണ്ടാവും, ചിലവർ ടച്ച് ചെയ്തിട്ടുള്ളവരൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് പറയുന്നത് സ്കിൻ ടൈപ്പ് ഇറ്റ് ഈസ് ഈസി ടു ലേൺ, സ്മൂത്ത് ആണ്, സ്ലിപ്പറിയാണ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് മ്യൂക്കസ്, അതുപോലെ തന്നെ മോയിസ്റ്റ് കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇനി രണ്ടാമത്തെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ കളറാണ്. നമ്മളൊരു ഫ്രോഗിനെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ആലോചിച്ച് മനസ്സിലാവില്ലേ, അത് ഡാർക്ക് കളറല്ലേ? നിങ്ങൾ ലൈറ്റ് കളർ ഫ്രോഗിനെ എവിടെയും കണ്ടിട്ടുണ്ടോ? അത് നോർമലി എന്താണ്, ഡാർക്ക് കളറാണ്. പിന്നെ അതിൻ്റെ മറ്റൊരു പ്രത്യേകത, അതിൻ്റെ മേലെ ഇങ്ങനെ ഇറഗുലർ സ്പോട്ട്സ് ഉണ്ടാകും.
ഓക്കെ, ക്ലിയർ ആണല്ലോ. ഡാർക്ക് ഇറഗുലർ സ്പോട്ട്സും പ്രസൻ്റ് ആയിരിക്കും. എവിടെ? ഡോർസൽ സൈഡിൽ, അതിൻ്റെ മേൽഭാഗത്തായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഡാർക്ക് കളേർഡ് ആയിരിക്കും, ഡാർക്ക് ഒലിവ് ഗ്രീൻ ആയിരിക്കും, അതിൽ ഡാർക്ക് ഇറഗുലർ സ്പോട്ട്സും പ്രസൻ്റ് ആയിരിക്കും. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വെൻട്രൽ സൈഡോ? വെൻട്രൽ സൈഡ് മിക്ക ആളുകളും കണ്ടിട്ടുണ്ടാവില്ല, അതുകൊണ്ട് യൂട്യൂബിലൊക്കെ എടുത്ത് നോക്കിയിട്ടൊന്ന് കാണാം. ഓക്കെ, ഒരു തവണ നിങ്ങൾ ആ ഡയഗ്രാം നിങ്ങളുടെ മൈൻഡിലേക്ക് കയറ്റിയാൽ പിന്നെ നിങ്ങൾക്ക് മോർഫോളജി ഈസി ആയിട്ട് എഴുതാൻ വേണ്ടി പറ്റും. മോർഫോളജിയിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത്, ഫ്രോഗ് എന്താണെന്നുള്ളത് ആദ്യം നിങ്ങളൊന്ന് കാണണം. ഓക്കെ, ഫ്രോഗ് എന്താണെന്നുള്ളത് കണ്ടിട്ട് മാത്രം ചെയ്യുക. സോ നമ്മൾ എന്ത് ചെയ്യുക? വെൻട്രൽ പോർഷൻ നമ്മൾ കൂടുതൽ പേരും കണ്ടിട്ടുണ്ടാവില്ല, അവിടെ മാത്രമേ നമുക്കൊരു ഡൗട്ട് അടിക്കേണ്ട കാര്യമുള്ളൂ. ഡോർസൽ പോർഷൻ നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ, ദാറ്റ് ഈസ് ഡാർക്ക് ഒലിവ് ഗ്രീൻ വിത്ത് ഇറഗുലർ സ്പോട്ട്സ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ വെൻട്രൽ പോർഷൻ എന്താ മക്കളെ? ദ സ്കിൻ ഇസ് യൂണിഫോംലി പെയിൽ യെല്ലോ. അതിൻ്റെ വെൻട്രൽ പോർഷൻ എന്ന് പറയുന്നത് ആ സ്കിൻ യൂണിഫോംലി, അതായത് ഒരുപോലെ തന്നെ പെയിൽ യെല്ലോ കളർ ആയിരിക്കും. ആൻഡ് ദ ഫ്രോഗ് നെവർ ഡ്രിങ്ക്സ് വാട്ടർ ബട്ട് അബ്സോർബ് ഇറ്റ് ത്രൂ ദ സ്കിൻ. ഓക്കെ, ഈ ഫ്രോഗ് എന്ന് പറയുന്നത് വാട്ടറിൽ ജീവിക്കുന്ന ഒരു ഐറ്റം കൂടിയല്ലേ, ലാൻഡിൽ മാത്രമല്ലല്ലോ, ബോത്ത് ഇൻ ഫ്രഷ് വാട്ടർ ആൻഡ് ലാൻഡ് എന്നല്ലേ മക്കളെ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഈ ലാൻഡിൽ അല്ലാണ്ട് ഇവർ വാട്ടറിൽ ജീവിക്കുന്ന സമയത്ത് ആ വാട്ടർ ഫുൾ ഇവർ കുടിക്കുന്നുണ്ടോ? അങ്ങനത്തെ ഒരു കപ്പാസിറ്റി ഫ്രോഗ്സിനുണ്ടോ? നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലൊക്കെ കാണുന്ന ഫ്രോഗ്സിന് ഈ പറയുന്ന ഒരു കപ്പാസിറ്റി ഉണ്ടോ? കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ഇല്ല, അവർക്ക് അങ്ങനത്തെ ഒരു കപ്പാസിറ്റി ഒന്നുമില്ല. പക്ഷേ അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ വാട്ടറിനെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. അവരുടെ സ്കിന്നിലൂടെ എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ? വാട്ടറിനെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ? ഒരു കാര്യം നമ്മൾ പുതിയത് പഠിച്ചിട്ടില്ല. ഇനി ഈവൻ ധോ പുതിയത് പഠിച്ചു എന്ന് പറയാനുണ്ടെങ്കിൽ തന്നെ ഈ സ്കിന്നിലൂടെ വാട്ടർ അബ്സോർബ് ചെയ്യുന്ന ഒരു കപ്പാസിറ്റിയാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്കൊരു ഫ്രോഗിനെ കണ്ടിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. എന്തൊക്കെയായിരുന്നു? പെട്ടെന്നൊന്ന് എൻ്റെ കൂടെ പറഞ്ഞ മക്കള്, എന്തൊക്കെയായിരുന്നു? ആദ്യം ഫ്രോഗിന് നമ്മൾ കാണുമ്പം അതിൻ്റെ ഒരു സ്കിൻ ടൈപ്പ് സ്മൂത്ത് ആണ്, സ്ലിപ്പറിയാണ്, അത് മ്യൂക്കസ് കോട്ടിങ് കാരണമാണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഇവരുടെ സ്കിൻ ഒരു മോയ്സ്റ്റ് ടൈപ്പ് ആയിരിക്കും, അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും. സോ സ്കിന്ന് മാറ്റി വെച്ചു. അടുത്തത് അതിൻ്റെ ഒരു സ്ട്രക്ചർ അല്ല, കളർ പറ. ഡാർക്ക് കളറാണ്, ഒലിവ് ഗ്രീൻ ആണ് വിത്ത് ഡാർക്ക് ഇറഗുലർ സ്പോട്ട്. ഇത് ഡോർസൽ സൈഡിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ഇനി അതിൻ്റെ വെൻട്രൽ സൈഡ് എന്താണ്? പിന്നെ അതാണ് ഒരു കൺഫ്യൂഷൻ വരുന്നത്. വെൻട്രൽ സൈഡിൽ എങ്ങനെയായിരിക്കും മക്കളെ? യൂണിഫോംലി പെയിൽ യെല്ലോ കളർ ആയിരിക്കും. അതിലും ഡൗട്ടൊന്നുമില്ലല്ലോ, ക്ലിയർ ആണല്ലോ. പിന്നെ നമ്മൾ എന്താ പഠിച്ചേ? പിന്നെന്താ മക്കളെ പഠിച്ചത്? ഇവർ ആ വെള്ളം മൊത്തം കുടിക്കുന്നുണ്ടോ? ഡ്രിങ്ക് ചെയ്യാൻ പറ്റുമോ ഈ ഫ്രോഗിന്? ഇല്ല, അവരവരുടെ സ്കിന്നിലൂടെ വാട്ടർ അബ്സോർബ് ചെയ്യാണ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ നല്ല അടിപൊളിയായിട്ട് ഓർത്ത് വെക്കുക. പുതിയതൊന്നും തന്നെ നമ്മൾ പഠിച്ചിട്ടില്ല. ഓക്കെ, ഇനി ഇവരുടെ സ്ട്രക്ചറിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. കളറിനെ പറ്റിയിട്ട് പറഞ്ഞു, സ്കിന്നിനെ പറ്റിയിട്ട് പറഞ്ഞു. ഇനി ഇവരുടെ സ്ട്രക്ചറിനെ പറ്റിയിട്ടാണ് പറയുന്നത്. മക്കളെ, ഈ ഫ്രോഗിനെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എത്ര പോർഷൻ ഉള്ളതുപോലെയാണ് ഫീൽ ചെയ്യുക? സി, ഇതാണ് ഫ്രോഗ് എന്ന് കൂട്ടുക. ഓക്കെ, സപ്പോസ് ദിസ് ഈസ് ദ ഫ്രോഗ്. ഓക്കെ, ഒരു ഔട്ടർ ലൈനാണ് ഇപ്പോൾ വരച്ചിട്ടുള്ളത്. ഇത് ഫ്രോഗ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ വരക്കുവാണെങ്കിൽ നിങ്ങൾക്കൊരു 2 പോർഷനായിട്ടുള്ള ഇതിനെ കാണാൻ പറ്റുക. ഇതൊരു പോർഷനും. സോ ഇത് ഹെഡ് പോർഷൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബോഡി പോർഷനാണ് ഈ കാണുന്നത്. അതല്ലാതെ ഇനി മൂന്നാമതൊരു പോർഷൻ ഉണ്ടോ, ടെയിൽ എന്ന് പറഞ്ഞിട്ട്? ഇല്ല. അത്ര തന്നെ ഇവിടെ പറയുന്നുള്ളൂ. ദാറ്റ് ഈസ് ദ ഫ്രോഗ് ഈസ് ഡിവിസിബിൾ. ഫ്രോഗ് എന്താണ് മക്കളെ? ഇറ്റ് ഈസ് ഡിവിസിബിൾ ഇൻ ടു ഹെഡ് ആൻഡ് ട്രങ്ക്. ഫ്രോഗ് എങ്ങനെയാണ് ഡിവിസിബിൾ ആയിട്ടുള്ളത്? ഹെഡ് പോർഷനും ട്രങ്ക് പോർഷനുമാണ്. ക്ലിയർ ആണല്ലോ? ഇനി നെക്കും ടെയിലും ഇവർക്ക് ആബ്സെൻ്റ് ആണ്. നെക്ക് നമ്മളെ പോലെ ഇവർക്ക് നെക്ക് ഉണ്ടോ മക്കളെ? ഉണ്ടോ? ഇല്ല. ടെയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഫ്രോഗിന് നിങ്ങൾ ടെയിൽ കണ്ടിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ആ ഒരു സ്ട്രക്ചറിൽ നിന്ന് നിങ്ങൾക്ക് ഊഹിച്ചാൽ മനസ്സിലാവും. അതിനൊരു 2 പോർഷനാണുള്ളത്. ഒന്ന് ഹെഡ് പോർഷൻ, അതിൽ കൺഫ്യൂഷൻ ഒന്നുമില്ല, അതിന് ഹെഡ് ഉണ്ട്. ഓക്കെ, പിന്നെയുള്ള പോർഷൻ ഏതാണ്? ദാറ്റ് ഈസ് ട്രങ്ക് പോർഷൻ എന്ന് വെച്ചാൽ ആ ഒരു ബോഡി പോർഷനെയാണ് മക്കളെ ട്രങ്ക് എന്ന് വിളിക്കുന്നത്. സി, ഇതാണ് നമ്മളുടെ ഹെഡ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഈസ് ദ ട്രങ്ക്. മനസ്സിലായല്ലോ? ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പോർഷനാണ് ട്രങ്ക് എന്ന് പറയുന്നത്. ഇവർക്ക് ടെയിൽ പ്രസൻ്റ് ആണോ? ഇവിടെ ടെയിൽ ഉണ്ടോ? ഇല്ല. ക്ലിയർ ആണല്ലോ മക്കളെ? ഓക്കെ ആണല്ലോ? കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ? സോ ഫ്രോഗിൻ്റെ ബോഡി 2 ആയിട്ടാണ് ഡിവിസിബിൾ ആക്കിയിട്ടുള്ളത്. ദാറ്റ് ഈസ് ഹെഡ് ആൻഡ് ട്രങ്ക്. ക്ലിയർ ആണല്ലോ? നെക്കും ആബ്സെൻ്റ് ആണ്, ടെയിലും ഇവർക്ക് ആബ്സെൻ്റ് ആണ്. ഓക്കെ, സോ ദ അബവ് മൗത്ത്, മേലെയായിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും? മൗത്ത് ഉണ്ട്. ഓക്കെ, ഇവിടെ മേലെയായിട്ട് നമുക്ക് മൗത്ത് കാണാൻ പറ്റുന്നുണ്ട്. സി, ഇവിടെ എന്തുണ്ട്? മൗത്ത് ഉണ്ട്. ഇനി ഈ മൗത്തിൻ്റെ മേലെയായിട്ടാണ് മക്കളെ നമുക്ക് എന്ത് കാണാൻ പറ്റുക? നോസ്ട്രിൽസ് കാണാൻ വേണ്ടിയിട്ട് പറ്റുക. എവിടെയാണ് നോസ്ട്രിൽസ് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്? അബവ് ദ മൗത്ത്. സോ അബവ് ദ മൗത്ത് എ പെയർ ഓഫ് നോസ്ട്രിൽസ് ഇസ് പ്രസൻറ്റ്. ഇവർക്ക് എന്ത് പ്രസൻ്റ് ആണ്?
നോസ്ട്രിൽസ് പ്രസൻ്റ് ആണ്. അതെവിടെയാണ്? അവരുടെ മൗത്തിൻ്റെ മേലെയായിട്ട് എബവ് ദ മൗത്ത് നോസ്ട്രിൽസ് ഇസ് പ്രസൻറ്റ്. ഐസ് ആർ ബൾജ്ഡ് ആൻഡ് കവേർഡ് ബൈ എ നിക്റ്റിറ്റേറ്റിംഗ് മെംബ്രെയിൻ. ഇവരുടെ ഐസ് നോക്കുക, ഇതാണ് ഐസ് എന്ന് പറയുന്നത്. അത് ബൾജ്ഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ഐസ് എന്തായിട്ടാണ് നിൽക്കുന്നത്? ബൾജ്ഡ് ആയിട്ടാണ് നിൽക്കുന്നത്. എന്താണ് നിക്റ്റിറ്റേറ്റിംഗ് മെംബ്രെയിൻ എന്ന് പറയുന്നത്? സൂം ചെയ്ത് കാണിച്ചു തരാം. ഈ ഒരു ഗ്രീൻ പോർഷൻ കണ്ട മക്കളെ നിങ്ങൾ, ഇത് കണ്ട നിങ്ങൾ, ഇതാണ് അവരുടെ നിക്റ്റിറ്റേറ്റിംഗ് മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഐസ് ബൾജ് ചെയ്തിട്ടായിരിക്കും നിൽക്കുക. അവർക്ക് എന്തുണ്ടാകും? നിക്റ്റിറ്റേറ്റിംഗ് മെംബ്രെയിൻ ഉണ്ടാകും. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എന്ത് മെംബ്രെയിൻ ആണ് മക്കളെ ഫ്രോഗ്സിൻ്റെ ഐസിനുള്ളത്? ഇറ്റ് ഈസ് covered by a nictitating membrane. ഓക്കെ, ക്ലിയർ ആണോ? ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എഴുതി കാണിച്ചു തരുന്നത് നിക്റ്റിറ്റേറ്റിംഗ് മെംബ്രെയിൻ. അതൊന്ന് എഴുതി പഠിച്ചേക്കുക. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് നിക്റ്റിറ്റേറ്റിംഗ് മെംബ്രെയിൻ? ഇവർ വെള്ളത്തിലും ജീവിക്കുന്നവരാണ് നമ്മൾ പറഞ്ഞല്ലോ. സോ ഇവർ വെള്ളത്തിലാവുന്ന സമയത്ത് അവരുടെ ഐസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു മെംബ്രെയിനാണ് മക്കളെ ഈ നിക്റ്റിറ്റേറ്റിംഗ് മെംബ്രെയിൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഫംഗ്ഷൻ ഓർത്ത് വെക്കണം. വാട്ടറിലാകുമ്പോൾ അവരുടെ ഐസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളതാണ് നിക്റ്റിറ്റേറ്റിംഗ് മെംബ്രെയിൻ. ക്ലിയർ ആയോ? ഓക്കെ ആണോ മക്കളെ? സോ ഈ പറയുന്ന ഐസ്, ഇവർക്ക് 2 ഐസ് ഉണ്ട്. ഐസിൻ്റെ പ്രത്യേകത എന്താണ്? ബൾജ്ഡ് ആണ്. അത് എന്തുമായിട്ട് കവർ ചെയ്തിട്ടുണ്ട്? ഒരു നിക്റ്റിറ്റേറ്റിംഗ് മെംബ്രെയിൻ വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഐസിൻ്റെ 2 സൈഡിലായിട്ടാണ്, ഏതൊർ സൈഡ് ഓഫ് ദി ഐസ് എ മെംബ്രെയിനസ് ടിംപാനം ഇസ് പ്രസൻറ്റ്. ഐസിൻ്റെ 2 സൈഡിലായിട്ട് ഇവർക്ക് എന്ത് പ്രസൻ്റ് ആണ്? മെംബ്രെയിനസ് ടിംപാനം എന്ന് വെച്ചാൽ ഇയർ പ്രസൻ്റ് ആണ്. സോ അതിലൂടെയാണ് സൗണ്ട് സിഗ്നൽസ് റിസീവ് ചെയ്യുക. പഠിക്കാൻ ഈസി അല്ലേ മക്കളെ? ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ലല്ലോ, ഈസി അല്ലേ? സോ ഐസ് പ്രസൻ്റ് ആണ്. ഈ ഐസ് ബൾജ്ഡ് ആണ്. നിക്റ്റിറ്റേറ്റിംഗ് മെംബ്രെയിൻ ഉണ്ട് വാട്ടറിലാകുമ്പോൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതിൻ്റെ 2 സൈഡിലായിട്ട് ആരെ കാണുന്നുണ്ട്? ടിംപാനം പ്രസൻ്റ് ആണ്. ടിംപാനം എന്ന് വെച്ചാൽ എന്താണ്? ഇയർ ആണ്. അതിലൂടെയാണ് സൗണ്ട് സിഗ്നൽസിനെ റിസീവ് ചെയ്യുന്നത്. ഓക്കെ ആണോ മക്കളെ? സോ ദ ഫോർ ലിംസ് ആൻഡ് ഹൈൻഡ് ലിംസ്. ഇനി നമ്മൾ ലിംസിലോട്ട് കിടക്കുകയാണ്. ക്ലിയർ? ആദ്യം നമ്മൾ കളറ് പറഞ്ഞു. കളറിനെ പറ്റിയിട്ട് ആദ്യം നമ്മൾ സ്കിന്നിനെ പറ്റി പഠിച്ചു, കളറിനെ പറ്റിയിട്ട് പഠിച്ചു, അതിൻ്റെ ഒരു സ്ട്രക്ചറിനെ പറ്റി പഠിച്ചു. അതിൽ ചില ഓർഗൻസ് ആയിട്ടുള്ള ഐസ്, നോസ്ട്രിൽസ്, അതുപോലെ തന്നെ ഇയർ, ഇതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ പറഞ്ഞു. മൗത്തിൻ്റെ അപ്പറായിട്ടാണ് നമുക്ക് ആരെ കാണുന്നത്? നോസ്ട്രിൽസ് പ്രസൻ്റ് ആയിട്ടുള്ളത്. ഐസ് ബൾജ്ഡ് ആണ്. നിക്റ്റിറ്റേറ്റിംഗ് മെംബ്രെയിൻ ഉണ്ട്. അതിൻ്റെ സൈഡിലായിട്ടാണ് ഏതൊരു സൈഡിൽ ടിംപാനം പ്രസൻ്റ് ആണ്, ദാറ്റ് ഈസ് ഇയർ. അതിലൂടെയാണ് നമുക്ക് സൗണ്ട് സിഗ്നൽസ് റിസീവ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളിൽ ക്ലാരിറ്റി വന്നല്ലോ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ മക്കളെ? എന്നാൽ നമുക്കിനി എന്ത് ചെയ്യാം? ലിംസിലോട്ട് മൂവ് ഓൺ ചെയ്യാം. ഇവർക്ക് 4 ലിംബുണ്ട്, ഹൈൻഡ് ലിംബുണ്ട്. ക്ലിയർ? ഈ 4 ലിംബും ഹൈൻഡ് ലിംബും എന്തിനു വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്? ദാറ്റ് ഈസ് സ്വിമ്മിങ്, വാക്കിംഗ്, ലീപ്പിംഗ് ആൻഡ് ബറോവിങ്. ഇതിനൊക്കെ വേണ്ടിയിട്ടല്ലേ മക്കളെ സഹായിക്കുന്നത്? സോ ദ 4 ലിംസ് ആൻഡ് ഹൈൻഡ് ലിംസ് ഹെൽപ്സ് ഇൻ സ്വിമ്മിങ്, വാക്കിംഗ്, ലീപ്പിംഗ് ആൻഡ് ബറോവിംഗ്. ആൻഡ് ദ ഹൈൻഡ് ലിംസ് എൻഡ്സ് ഇൻ 5 digits. This is a very important point. Okay, hind limbs ആണ് മക്കളെ 5 ഡിജിറ്റിൽ എൻഡ് ചെയ്യുന്നത്. ഹൈൻഡ് ലിംസിൽ അവർക്ക് 5 ഡിജിറ്റ്സ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾക്ക് ഈ ഒരു പിക്ചർ എടുത്ത് നോക്കിയാൽ മനസ്സിലാകും. ഇതാണല്ലോ ഹൈൻഡ് ലിംബ് എന്ന് പറയുന്നത്. This is 1 2 3 4 5. എത്ര ഡിജിറ്റ് ഉണ്ട്? 5 ഡിജിറ്റ്സ് ഉണ്ട്. ഹൈൻഡ് ലിംസിൽ എത്ര ഡിജിറ്റ്സ് ആണ് മക്കളെ ഉള്ളത്? 5. ഇനി 4 ലിംസ് എടുത്ത് നോക്ക്. 1 2, ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, ഈ പിക്ചറിൽ അത്ര ക്ലാരിറ്റി ഇല്ല. വോട്ടെവർ, നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ നോക്കിയാൽ ഒന്നും കൂടെ ക്ലാരിറ്റി ഉള്ള പിക്ചേഴ്സ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതിലൊന്നും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സോ ഹൈൻഡ് ലിംസിൽ എത്ര ഡിജിറ്റ്സ് വെച്ചിട്ടാണ് എൻഡ് ചെയ്യുന്നത് മക്കളെ? ദാറ്റ് ഈസ് 5. ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ക്ലിയർ? എക്സാമിന് ചിലപ്പം സ്റ്റേറ്റ്മെൻറ്റിൽ ക്വസ്റ്റ്യൻസ് തന്നെ വരാം. 4 ലിംസിൽ 5 ഡിജിറ്റ്സ് പ്രസൻ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട്. മക്കളെ ഓർത്ത് വയ്ക്കുക, ഹൈൻഡ് ലിംസിലാണ് 5 ഡിജിറ്റ്സ് പ്രസൻ്റ് ആയിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? ആൻഡ് ദേ ആർ ലാർജർ ആൻഡ് മസ്കുലാർ ദാൻ 4 ലിംസ്. ലാർജർ ആണ്, മസ്കുലാർ ആണ്. അതും നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. സോ ഇവരെക്കാട്ടിലും വലുതല്ലേ? ഹൈൻഡ് ലിംസ് ആർ ലാർജർ ആൻഡ് മസ്കുലാർ ദാൻ ദ 4 ലിംസ്. ഇനി 4 ലിംസ് എത്രയും മക്കളെ എൻഡ് ചെയ്യുന്നത്? 4 ലിംസ് എൻഡ് ഇൻ 4 ഡിജിറ്റ്സ്. 4 നോർത്ത് വയ്ക്കുക. ഹൈൻഡ് ലിംസ് എൻഡ് ഇൻ, അപ്പോൾ മിസ്സേ ഹൈൻഡിൽ 5 ഇല്ലല്ലോ എന്ന് പറയാൻ നിൽക്കണ്ട. 4 ലിംസിൽ ഓർത്ത് വയ്ക്കുക 4 ആണ്. അങ്ങനെയാണെങ്കിൽ ഹൈൻഡ് ലിംസ് എത്രയായിരിക്കും? 5. ഓക്കെ, ഹൈൻഡ് ലിംസ് എത്രയാണ് എൻഡ് ചെയ്യാം മക്കളെ? 5. So the hind limbs end in 5 digits and they are larger and muscular than 4 limbs that end in 4 digits. അപ്പോൾ 4 limbs എൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? 4 ഡിജിറ്റിലും ഹൈൻഡ് ലിംസ് എൻഡ് ചെയ്യുന്നത് 5 ഡിജിറ്റിലുമാണ്. ക്ലിയർ ആണല്ലോ? കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ മക്കളെ? സോ ഫീറ്റ്സ് ഹാവ് വെബ്ഡ് ഡിജിറ്റ്സ്. ഫീറ്റ്സിൽ എങ്ങനെയാണുള്ളത്? എങ്ങനത്തെ ഡിജിറ്റ്സ് ആണ് മക്കളെ ഫീറ്റ്സിലുള്ളത്? വെബ്ഡ് ഡിജിറ്റ് ആയിട്ടാണ് കാണുന്നത്. ഫീറ്റ്സ് എങ്ങനെയാണ്? വെബ്ഡ് ഡിജിറ്റ് ആയിട്ടാണ് കാണാൻ പറ്റുക. ആൻഡ് വിച്ച് ഹെൽപ്സ് ഇൻ സ്വിമ്മിങ്.
ഈ വെബ്ഡ് ഡിജിറ്റ്സ് കാരണമാണ് നമുക്ക് സ്വിമ്മിങ് സ്മൂത്തറായി മാറുന്നത്. സ്വിം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഏത് ടൈപ്പ് ഓഫ് ഡിജിറ്റ്സ് വേണം മക്കളെ? ദാറ്റ് ഈസ് വെബ്ഡ് ഡിജിറ്റ്. ഇവർക്ക് എങ്ങനത്തെ ഡിജിറ്റ് വേണം? വെബ്ഡ് ഡിജിറ്റ് വേണം. ക്ലിയർ ആണല്ലോ? സോ ഫ്രോഗ്സ് എക്സിബിറ്റ് സെക്ഷുവൽ ഡൈമോർഫിസം. ഫ്രോഗ്സ് സെക്ഷുവൽ ഡൈമോർഫിസം കാണിക്കുന്നവരാണ്. ദാറ്റ് ഈസ് മെയിൽ ഫ്രോഗ് ഉണ്ട്, അതുപോലെ തന്നെ ഫീമെയിൽ ഫ്രോഗും ഉണ്ട്. എങ്ങനെയാണ് നമുക്ക് മെയിൽ ഫ്രോഗിനെയും ഫീമെയിൽ ഫ്രോഗിനെയും ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എങ്ങനെയാണ് നമ്മൾ മെയിൽ ഫ്രോഗ് ആണോ ഫീമെയിൽ ഫ്രോഗ് ആണോ എന്ന് മനസ്സിലാക്കുക? വെരി ഇമ്പോർട്ടൻ്റ്ലി നമുക്ക് അവരുടെ സൗണ്ട് വെച്ചിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. മക്കളെ, ഈ മെയിൽ ഫ്രോഗ്സിന് അവർക്കൊരു സൗണ്ട് ഉണ്ട്, ദാറ്റ് ഈസ് പ്രൊഡ്യൂസിങ് വോക്കൽ സാക്സ്. ഓക്കെ, മെയിൽസ് ക്യാൻ ബി ഡിസ്റ്റിങ്വിഷ്ഡ് ബൈ ദ പ്രസൻസ് ഓഫ് സൗണ്ട് പ്രൊഡ്യൂസിങ് വോക്കൽ സാക്ക്. ഈ വോക്കൽ സാക്ക്, ഒരു വോക്കൽ സാക്ക് പ്രസൻ്റ് ആയിരിക്കും, അത് സൗണ്ട് പ്രൊഡ്യൂസിങ് ആണ്. ഇങ്ങനെ സൗണ്ട് പ്രൊഡ്യൂസിങ് വോക്കൽ സാക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരെന്താണ് മക്കളെ? ദാറ്റ് ഈസ് മെയിൽ ഫ്രോഗ് ആയിരിക്കും. ആൻഡ് ഓൾസോ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത്, മെയിൽസിന് ഞാൻ ഫസ്റ്റത്തെ പോയിന്റ് എന്താ പറഞ്ഞാൽ? സൗണ്ട് പ്രൊഡ്യൂസിങ് വോക്കൽ സാക്ക് പ്രസൻ്റ് ആയിരിക്കും. രണ്ടാമത്തത് ഒരു കോപ്പുലേറ്ററി പാഡ് ഉണ്ടാവും. ഓക്കെ, അവരുടെ ഫോർ ലിംബിൽ 4 ഡിജിറ്റ്സ് ആണ് ഉണ്ടാവുക. അതിൽ ഫസ്റ്റത്തെ ഡിജിറ്റിലായിട്ട് അവർക്ക് എന്ത് കാണാൻ പറ്റും? ഒരു കോപ്പുലേറ്ററി പാഡ് പ്രസൻ്റ് ആയിരിക്കും. ക്ലിയർ ആണോ? സോ ഈ 2 കാര്യങ്ങൾ ഫീമെയിൽസിൽ ആക്ച്വലി ആബ്സെൻ്റ് ആണ്. ഇത് വെച്ചിട്ട് നമുക്ക് മെയിൽ ആണോ ഫീമെയിൽ ഫ്രോഗ് ആണോ എന്നുള്ളത് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടി ഈസിയാണ്. എന്തൊക്കെയായിരുന്നു? ദ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്, ഇവർക്ക് ഒരു വോക്കൽ സാക്ക് പ്രസൻ്റ് ആയിരിക്കും. സൗണ്ട് പ്രൊഡ്യൂസിങ് വോക്കൽ സാക്ക് ആർക്ക് പ്രസൻ്റ് ആയിരിക്കും? മെയിൽസിന് പ്രസൻ്റ് ആയിരിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇവരുടെ 4 ലിംബിൽ 4 ഡിജിറ്റ്സ് ഉണ്ടാകും. അതിൽ ഫസ്റ്റ് ഡിജിറ്റിൽ എന്ത് പ്രസൻ്റ് ആയിരിക്കും? ഒരു കോപ്പുലേറ്ററി പാഡ് പ്രസൻ്റ് ആയിരിക്കും. ഈ 2 കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്നുള്ളത് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടി പറ്റും. ക്ലിയർ ആയോ മക്കളെ? ഓക്കെ ആണല്ലോ? സോ നമുക്ക് ഇതിൻ്റെ ഡയഗ്രം ഒന്ന് നോക്കാം. സി, ദിസ് ഇസ് ദ ഹെഡ് പോർഷൻ, ദിസ് ഇസ് ദ ട്രങ്ക് പോർഷൻ. ഓക്കെ, ഇത് ഹെഡും ഇത് ട്രങ്കും ആണ്. അതിൽ ഡൗട്ടൊന്നും ഇല്ലല്ലോ? സോ ഇറ്റ് ഈസ് ഡിവിസിബിൾ ഇൻ ടു 2 പോർഷൻ, ദാറ്റ് ഇസ് ഹെഡ് ആൻഡ് ട്രങ്ക്. ഇവർക്ക് എന്തില്ല? നെക്കില്ല, ടെയിലില്ല. ഇനി ഇവരുടെ ഐ നോക്ക്, ഐസ് ആർ ബൾജ്ഡ്. ക്ലിയർ ആണല്ലോ? പിന്നെ ഇവിടെ കാണിച്ചിട്ടുള്ള 4 ലിംബാണ്, അതിന് 4 ഡിജിറ്റ്സ് ഉണ്ട്. ആൻഡ് ദിസ് ഈസ് ഹൈൻഡ് ലിംബ്, അതിന് എത്ര ഡിജിറ്റ്സ് ഉണ്ട് മക്കളെ? ദാറ്റ് ഈസ് 5 ഡിജിറ്റ്സ് ഉണ്ട്. ഇനി ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്താണ്? ഈ ഫ്രോഗ്, ഇഫ് ഇറ്റ് ഈസ് എ മെയിൽ വൺ, മെയിൽ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് ഡിജിറ്റിൽ എന്ത് കാണും? ഒരു കോപ്പുലേറ്ററി പാഡ് പ്രസൻ്റ് ആയിരിക്കും. ഫസ്റ്റ് ഡിജിറ്റിൽ ഒരു കോപ്പുലേറ്ററി പാഡ് പ്രസൻ്റ് ആയിരിക്കും. ഹൈൻഡ് ലിംബ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ അങ്ങനെ ഒരു സംഭവം ഇല്ല. ക്ലിയർ? ഹൈൻഡ് ലിംബിൽ അങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഇനി അടുത്ത മെയിൽ ആണെന്നുണ്ടെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള മറ്റൊരു മാർഗം എന്താണ്? ഇവർക്ക് വോക്കൽ സാക്സ് പ്രസൻ്റ് ആയിരിക്കും. വോക്കൽ സാക്സ് എന്തായിരിക്കും? പ്രസൻ്റ് ആയിരിക്കും. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ മക്കളെ? സോ ഇതോടുകൂടെ നമ്മളുടെ മോർഫോളജി ഓഫ് ഫ്രോഗ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈസി അല്ലേ പഠിക്കാനായിട്ട്? അത്രക്ക് ബുദ്ധിമുട്ടുള്ള ഏരിയ ഒന്നുമല്ലല്ലോ ഫ്രോഗ്. സോ ഫ്രോഗിൻ്റെ മോർഫോളജി നമ്മൾ വൈൻഡപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അനാറ്റമിയാണ്. അനാറ്റമിയാണ് കുറച്ചും കൂടെ അധികം നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അനാറ്റമിയിലാണ് നമ്മൾ റെസ്പിറേറ്ററി സിസ്റ്റം പഠിക്കുന്നത്, ഡൈജസ്റ്റീവ് സിസ്റ്റം പഠിക്കുന്നത്. അതായത് മെയിൽ ഫ്രോഗിൻ്റെ കേസും പഠിക്കാനുണ്ട്, ഫീമെയിൽ ഫ്രോഗിൻ്റെ കേസും പഠിക്കാനുണ്ട് ഇപ്പോൾ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പഠിക്കുമ്പോൾ. ഓക്കെ, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പഠിക്കുമ്പോൾ നമുക്ക് മെയിലും, കാരണം ഇവർ സെക്ഷുവൽ ഡൈമോർഫിസം കാണിക്കുന്നവരാന്ന് പറഞ്ഞു. എന്താ സെക്ഷുവൽ ഡൈമോർഫിസം എന്ന് വെച്ചാൽ വി ക്യാൻ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ദ മെയിൽ ആൻഡ് ഫീമെയിൽ. മെയിലാണോ ഫീമെയിൽ ആണോ എന്നുള്ളത് നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണല്ലോ നമ്മൾ സെക്ഷുവൽ ഡൈമോർഫിസം കാണിക്കുന്നു എന്ന് പറഞ്ഞത്. അതെങ്ങനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാം എന്നുള്ളതും ഞാൻ 2 മെത്തേഡ് പറഞ്ഞു. ഒന്ന് അവരുടെ വോക്കൽ സാക്കും, രണ്ടാമത്തവരുടെ കോപ്പുലേറ്ററി പാഡും. ക്ലിയർ? സോ ഇതിൻ്റെ തന്നെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പഠിക്കാനുണ്ട്, റെസ്പിറേഷൻ പഠിക്കാനുണ്ട്, ഡൈജസ്റ്റീവ് സിസ്റ്റം പഠിക്കാനുണ്ട്. സോ അനാറ്റമിയിലാണ് ആ കാര്യങ്ങളെല്ലാതും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ മക്കളെ? സോ ഫ്രോഗിനെ പറ്റിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ മോർഫോളജിയും ഞാൻ ഇന്ന് കംപ്ലീറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അതുപോലെ അതിന് മുന്നേ ആയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ലൈക്ക് ഓർഗൻ ആൻഡ് ഓർഗൻ സിസ്റ്റം എന്താണെന്നുള്ളതും, അതിൻ്റെ മൾട്ടി സെല്ലാരിറ്റിയുടെ കേസാണെന്നുണ്ടെങ്കിലും ഹാർട്ടിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് ടിഷ്യൂസ് പ്രസൻ്റ് ആണ്, ഇത്തരം കാര്യങ്ങളൊക്കെ ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? സോ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പം ഇന്നെടുത്ത പോർഷൻ പക്ക ക്ലാരിറ്റിയോടുകൂടെ പഠിച്ചിട്ട് വരാം. ഓക്കെ, നല്ല തറവായിട്ട് നിങ്ങൾ പഠിച്ചിട്ട് വരണം. എന്നാൽ മാത്രമേ ഞാൻ ഇനി അനാട്ടമി പഠിപ്പിക്കുമ്പം നിങ്ങൾക്കൊന്നും കൂടി ഈസി ആയിട്ട് ഫീൽ ചെയ്യുള്ളൂ. ക്ലിയർ? കാരണം അനാട്ടമി നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്, കുറേ പഠിക്കാനുണ്ട്. ബട്ട് നമുക്ക് നല്ല രസമായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു പോർഷനാണ് അനാട്ടമി എന്ന് പറയുന്നത്. വി ക്യാൻ കമ്പയർ വിത്ത് അസ്, നമ്മളുടെ ബോഡിയുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നമുക്ക് ഫ്രോഗിൻ്റെ അനാട്ടമി പഠിക്കാൻ പറ്റും.
ക്ലിയർ ആണോ മക്കളെ? സോ ഓക്കെ അല്ലേ? സോ അണ്ടിൽ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു. നല്ല അടിപൊളിയായിട്ട് പഠിച്ചിട്ട് വരാം. പഠിക്കാണ്ട് അടുത്ത പോർഷൻ കണ്ടിട്ട് കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്, നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക, ഷോർട്ട് നോട്ട്സ് കാണുക, എന്നിട്ട് പഠിച്ചിട്ട് വരിക, റിവൈസ് ചെയ്ത് വരിക. മാക്സിമം എത്ര തവണ നിങ്ങൾക്ക് NCERT വായിക്കാൻ പറ്റുമോ അത്രയും തവണ NCERT വായിക്കുക. ക്ലിയർ ആണല്ലോ മക്കളെ? സോ അണ്ടിൽ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.